കുരുക്ഷേത്ര ഭൂമിയിൽ അംഗരാജൻ കർണൻ കൗരവപ്പടയുടെ സർവ്വസൈന്യാധിപനായ ദിവസം. പൂർവാധികം ശക്തിയോടുകൂടിയാണ് കൗരവർ പാണ്ഡവരെ നേരിടാനായി പോകുന്നത്. കർണന്റെ മകരവ്യൂഹത്തെ നേരിടുവാനായി അർജുനന്റെ അർദ്ധചന്ദ്രവ്യൂഹം. ഈ രണ്ട് വ്യൂഹങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ ദിവസം 16-ാം നാൾ എന്തെല്ലാമാണ് ഉണ്ടായത്? നമുക്ക് നോക്കാം കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 33-ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശാഖ്. പെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ഭീമസേനൻ കൗരവപ്പടയ്ക്ക് നേരെ പാഞ്ഞു കയറിയ ആ ഒരു കാഴ്ച അത് ശരിക്കും ശത്രുക്കളെ കിടിലം കൊള്ളിക്കുന്ന ഒന്നായിരുന്നു. കാരണം അന്നത്തെ ദിവസം ഇപ്പോഴും പോലെ തൻ്റെ രഥത്തിലല്ലായിരുന്നു ഭീമസേനൻ സഞ്ചരിച്ചിരുന്നത്. ഒരു ചേഞ്ചിന് ഒരാനപ്പുറത്തായിരുന്നു ഭീമനെന്ന് കൗരവപ്പടയെ നേരിടാൻ പോയത്. ചട്ടയെല്ലാം വെച്ച് കെട്ടിയ തൻ്റെ ധ്വജം നാട്ടിയിട്ടുള്ള ഒരു വലിയ ഗജം. ആ ഗജരാജന് മുകളിൽ ഇരുന്നു കൊണ്ട് ഭീമൻ തൻ്റെ കയ്യിലൊരു വലിയ കുന്തവും പിടിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത്. എന്നാൽ ഭീമസേനൻ്റെ ഈ ഒരു മേഞ്ഞുകയറ്റം കണ്ടപ്പോൾ കുലുതദേശത്തെ രാജാവായ ക്ഷേമദൂർത്തിക്ക് ഒട്ടും സഹിച്ചില്ല. ക്ഷേമദൂർത്തി തൻ്റെ ഗജരാജൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഭീമസേനനെ ആക്രമിക്കുവാനായി പോയി. രണ്ട് ഗജങ്ങളും ഗജങ്ങൾക്ക് മുകളിലുള്ള മഹായോദ്ധാക്കളും തമ്മിലുള്ള ഗംഭീരമായ പോരാട്ടം. ക്ഷേമദൂർത്തിയും ഭീമസേനനും തങ്ങളുടെ കയ്യിലുള്ള കുന്തം ചുഴറ്റി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആക്രമിച്ചു കൊണ്ടിരുന്നു. തങ്ങളുടെ കയ്യിലുള്ള കുന്തങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എറിഞ്ഞപ്പോൾ അതിവിദഗ്ധമായി രണ്ടുപേരും ഒരുപോലെ ഒഴിഞ്ഞുമാറി. പിന്നീട് ധനുസ് കൊണ്ടായി ആക്രമണം. പെട്ടെന്ന് തന്നെ രണ്ടുപേരുടെയും വില്ല് പരസ്പരം മുറിച്ചു കളഞ്ഞു. എന്നാൽ പിന്നീട് കയ്യിൽ കിട്ടുന്ന കുന്തവും വേലും എടുത്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഏറായിരുന്നു. ആ ഏറിനിടയിൽ അതിവിദഗ്ധമായി ക്ഷേമദൂർത്തി ഭീമൻ്റെ നെഞ്ചിലേക്ക് ഒരു വേലെടുത്തെറിഞ്ഞു. ആ വേല് ഭീമൻ്റെ നെഞ്ചിൽ തറച്ചു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഭീമനത് നല്ലതുപോലെ കൊണ്ടുവന്ന്. ക്ഷേമദൂർത്തി അട്ടഹസിച്ചുകൊണ്ട് ഭീമൻ്റെ മുഖത്ത് നോക്കി. ആ പഴയ സ്ഥായീഭാവം തന്നെയാണ് ക്രോധം, അതിനൊരു മാറ്റവുമില്ല. ഭീമൻ നെഞ്ചിൽ തറച്ച 3 വേലുകളെ അടിച്ചു തെറിപ്പിച്ചതിന് ശേഷം കയ്യിൽ ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കുന്തമെടുത്തു. ആ കുന്തം ഭീമൻ വലിച്ചെറിഞ്ഞു. ക്ഷേമദൂർത്തി അതിവിദഗ്ധമായി പല കഷ്ണങ്ങളായ കുന്തത്തെ മുറിച്ചിട്ടു. എന്നിട്ട് ഭീമനെ വീണ്ടും ആക്രമിക്കാനൊരുങ്ങി. ക്രോധം സഹിക്കാനാകാതെ ഭീമൻ തൻ്റെ കയ്യിൽ തൻ്റെ ശക്തമായ വില്ലെടുത്തതിന് ശേഷം ഒന്നിനു പിന്നാലെ ഒന്നായി അസ്ത്രങ്ങൾ ക്ഷേമദൂർത്തിയുടെ ആനയുടെ ദേഹത്തേക്ക് എയ്തു കയറ്റി. ഭീമൻ്റെ അസ്ത്രപ്രഹരം സഹിക്കാനാകാതെ ക്ഷേമദൂർത്തിയുടെ ആന പിന്നോട്ടേക്ക് പോയ ക്ഷേമദൂർത്തിയുടെ ഗജത്തെ ഭീമസേനൻ്റെ ആന പിന്തുടർന്നു പോയി ആക്രമിച്ചു. ഈ സമയം ക്ഷേമദൂർത്തി ആനയുടെ പുറത്ത് തിരിഞ്ഞിരുന്നതിന് ശേഷം ഭീമസേനന് നേരെ അസ്ത്രങ്ങൾ അയച്ചിട്ട് ഭീമസേനൻ്റെ ഗജത്തിൻ്റെ മർമ്മം പിളർക്കുന്നത് പോലെ അസ്ത്രമയച്ചു. ഭീമസേനൻ്റെ ആനയെ ക്ഷേമദൂർത്തി വധിച്ചു. ഭീമസേനൻ്റെ ഗജം നിലത്തേക്ക് ചരിഞ്ഞു വീണ ആ സമയത്ത് തന്നെ ഭീമസേനൻ ആനയുടെ പുറത്തുനിന്ന് എടുത്തു ചാടി. ഭീമസേനൻ്റെ കാലുകൾ ഭൂമിയിൽ പതിച്ച ആ സമയം എല്ലാവരും ഉറ്റുനോക്കി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഭീമൻ ഉടനെ തന്നെ തൻ്റെ വലിയ ഗദയെടുത്തു. ഗദ കയ്യിലെടുത്തുകൊണ്ട് ഭീമൻ ഓടിച്ചെന്ന് ചാടി ക്ഷേമദൂർത്തിയുടെ ആനയുടെ മസ്തകത്തിലടിച്ചു. ആ ഒരൊറ്റ പ്രഹരത്തിൽ ക്ഷേമദൂർത്തിയുടെ ആന ചരിഞ്ഞു. അവിടെ നിന്ന് ചാടിയിറങ്ങിയ ക്ഷേമദൂർത്തി ക്രോധത്തോടുകൂടി കയ്യിലൊരു വാളെടുത്തുകൊണ്ട് ഭീമാ എന്ന് ഉറക്കെ അലറിക്കൊണ്ട് ഭീമന് നേരെ ഓടിച്ചെന്നു. ഭീമൻ അവിടെ അനങ്ങാപ്പാറ കണക്ക് നിന്നു. ഓടി വരുന്ന ക്ഷേമദൂർത്തിയെ ഒഴിഞ്ഞുമാറി ഒരൊറ്റ പ്രഹരം ഗദ കൊണ്ട് ആ അടിയിൽ ക്ഷേമദൂർത്തി തൻ്റെ സൈനികരുടെ മുന്നിൽ വെച്ച് വീരസ്വർഗം പ്രാപിച്ചു. മൃഗോദരൻ്റെ ഗദാപ്രഹരത്തിൽ ചലനമറ്റ ക്ഷേമദൂർത്തിയുടെ ശരീരം കണ്ട കൗരവപ്പട ഭയന്ന് നാനാദിശയിലേക്ക് തെറിച്ചോടുകയായിരുന്നു. ഈ സമയം കൗരവപ്പടയുടെ സർവ്വസൈന്യാധിപനായ കർണൻ തൻ്റെ അസ്ത്രങ്ങളുടെ പെരുമഴ കൊണ്ട് പാണ്ഡവപ്പടയെ മുടിച്ചു തുടങ്ങി. പാണ്ഡവപ്പടയിലെ ഗജങ്ങളെയും അതുപോലെ തന്നെ കാലാൾ പടയാളികളെയും രഥസൈന്യത്തെയും എല്ലാം കർണൻ കടന്നു കയറി ആക്രമിക്കുന്നു. ഇതേപോലെ തന്നെ പാണ്ഡവർ കർണൻ്റെ സാന്നിധ്യത്തിൽ കർണൻ്റെ പടയെയും മുടിച്ചുകൊണ്ടിരിക്കുന്നു. പടമുടിക്കുന്നതിനിടയിൽ ഇരുപക്ഷത്തിലെയും മഹായോദ്ധാക്കൾക്കിടയിൽ ഒരു കൂട്ടപ്പോരുണ്ടാകുന്നു. കൂട്ടപ്പോർ എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ പക്ഷത്തിലെയും ഓരോ മഹായോദ്ധാക്കൾ തങ്ങളുടെ എതിർപക്ഷത്തിലുള്ള ഓരോ മഹായോദ്ധാക്കളെ തിരഞ്ഞെടുത്ത് ആക്രമണം നടത്തുന്നു. ഈ സമയം അർജുനനാകട്ടെ ബാക്കി അവശേഷിക്കുന്ന എണ്ണമറ്റ സംശപ്തകന്മാരെ മുടിച്ചുകൊണ്ടുമിരിക്കുന്നു. ഈ ഒരു കൂട്ടപ്പോരിൽ സാത്യകി വിന്ദാനുവിന്ദന്മാരെ കാലപുരിയിലേക്ക് അയച്ചു. വിന്ദാനുവിന്ദന്മാരെ പറഞ്ഞു തരേണ്ട കാര്യമില്ല, പ്രശസ്തരായിട്ടുള്ള യോദ്ധാക്കളാണ്. അതുപോലെ തന്നെ ശ്രുതകർമാവ്, അർജുനന് ദ്രൗപദിയിലുണ്ടായ പുത്രനായിട്ടുള്ള ശ്രുതകർമാവ് ചിത്രസേനനെ വധിക്കുന്നു. അതുപോലെ ദ്രൗപദിക്ക് യുധിഷ്ഠിരനിലുണ്ടായ പുത്രനായിട്ടുള്ള പ്രതിവിന്ധ്യൻ ചിത്രനെയും വധിക്കുന്നു. ഈ പോരാട്ടങ്ങളെല്ലാം അതിഗംഭീരമായിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നു. എന്നാൽ ഈ സമയങ്ങളിൽ ദിവ്യപുരുഷന്മാരെയും ദേവതകളെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു പോരാട്ടം കുരുക്ഷേത്ര ഭൂമിയിൽ ക്രോധത്തിൻ്റെ പര്യായമായ 2 പേർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ കൗരവപക്ഷത്തിൽ ക്രോധത്തിൻ്റെ പര്യായവും ദിവ്യമായ പോരാട്ട രീതികളുടെ പര്യായവും അതുപോലെ തന്നെ കവചത്തിൻ്റെ പര്യായവും ജ്ഞാനത്തിൻ്റെ പര്യായവും. മറ്റൊരാളാകട്ടെ പാണ്ഡവപക്ഷത്തിൽ പോരാട്ടത്തിൻ്റെയും ധീരതയുടെയും ധൈര്യത്തിൻ്റെയും അമാനുഷികമായിട്ടുള്ള ക്രിയകളുടെയും പര്യായമായ ഒരാൾ. അതെ, ഈ യുദ്ധം നടക്കുന്നത്
ദ്രോണപുത്രനായ അശ്വത്ഥാമാവും അതുപോലെ പാണ്ഡുപുത്രനും വായുപുത്രനുമായ ഭീമസേനനുമിടയിലാണ്. അതിഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. കണ്ടു നിന്നവർ ഇവർ പോരാടുന്നതിൽ നിന്ന് ദൂരോട്ടാണ് നിന്നിരുന്നത്. അങ്ങനത്തെ ഒരു പോരാട്ടം. ഈ പോരാട്ടത്തിൽ അശ്വത്ഥാമാവ് തൻ്റെ കൈവഴക്കം കൊണ്ട് ഭീമനെ അസ്ത്രം കൊണ്ട് പ്രഹരിച്ചപ്പോൾ ഭീമൻ ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ അശ്വത്ഥാമാവിനെ ഉന്നം വെച്ച് ഉന്നം പിഴയ്ക്കാത്ത രീതിക്ക് അയച്ചു. എന്നാൽ ആ അസ്ത്രങ്ങളെ അശ്വത്ഥാമാവ് 100 കണക്കിന് അസ്ത്രങ്ങൾ അയച്ച് പൊടിച്ചു നിലത്തിട്ടു. ചിരിച്ചുകൊണ്ട് അശ്വത്ഥാമാവ് ഭീമസേനൻ്റെ നെറ്റിത്തടത്തിൽ അസ്ത്രമേത് കയറ്റി. അസ്ത്രം വന്ന് തറച്ച ആഘാതത്തിൽ ഭീമൻ്റെ നെറ്റി പിറകോട്ടൊന്ന് കൊണ്ടുപോയെങ്കിലും ഭീമൻ തിരിച്ചു നോക്കി. എന്നിട്ട് തൻ്റെ നെറ്റിയിൽ തറച്ച ആ ഒരസ്ത്രത്തെ കുലുക്കി കളഞ്ഞതിന് ശേഷം അടുത്ത 3 തവണ ഭീമൻ തൻ്റെ ഞാണു വലിച്ചു വിട്ടു. പിന്നെ ആളുകൾ കാണുന്ന കാഴ്ച അശ്വത്ഥാമാവിൻ്റെ നെറ്റിത്തടത്തിൽ 1 അല്ല 3 അസ്ത്രങ്ങൾ വന്ന് തറച്ചു നിന്നതാണ്. പിന്നീട് ഇവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വീണ്ടും ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. രഥം മുന്നോട്ട് കയറ്റുന്നു, പിന്നോട്ടിറക്കുന്നു, വട്ടം ചുറ്റിക്കുന്നു. ചില സമയം ഇവർ ശത്രു വഹിക്കുന്ന അസ്ത്രത്തെ മുറിച്ചുകൊണ്ട് പോരാടുന്നുണ്ട്, ശത്രു വഹിക്കുന്ന അസ്ത്രത്തെ വകവയ്ക്കാതെയും പോരാടുന്നുണ്ട്. എങ്ങനെ തന്നെയാണെങ്കിലും രണ്ടുപേരും അങ്ങോട്ടേക്കും അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ചുറ്റിനുമുള്ള ആളുകൾക്ക് ഇരുകൂട്ടരെയും കാണാൻ പറ്റാണ്ടായി. എന്നാൽ അടുത്ത നിമിഷം തന്നെ ഇവരുടെ തന്നെ അസ്ത്രപ്രയോഗങ്ങൾ കൊണ്ട് ആ അസ്ത്രങ്ങളെല്ലാം മുറിഞ്ഞ് നിലത്ത് വീഴുന്നു. രണ്ടുപേരെയും കാണുന്നു. രണ്ടുപേരുടെയും മുഖത്ത് ഭയമെന്നൊരു വികാരമില്ല, ക്രോധമെന്നൊരു വികാരം മാത്രം. ഇടയ്ക്ക് പോരാട്ട വീര്യത്തിൽ രണ്ടുപേരും ചിരിക്കുന്നുമുണ്ട്. ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദ്രൗണി തൻ്റെ രഥം തെളിച്ചുകൊണ്ട് ഭീമസേനനെ തൻ്റെ വലത്തേ ഭാഗത്ത് നിർത്തിക്കൊണ്ട് ആക്രമിച്ചു. അപ്പോൾ വലത്തേ ഭാഗത്ത് നിർത്തി ആക്രമിച്ചാൽ ആക്രമിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണല്ലോ, വലത്തേ സൈഡായതുകൊണ്ട്. അവിടെ നിന്നുകൊണ്ട് ഭീമനെ ഭയാനകമായി അശ്വത്ഥാമാവ് ആക്രമിച്ചു. അശ്വത്ഥാമാവിന് ജയം കിട്ടുന്ന ഒരു അവസരം വന്നു തുടങ്ങിയത് കണ്ടുടങ്ങിയത് തന്നെ ഭീമന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഭീമൻ വലത്തേ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ തൻ്റെ രഥം മുന്നോട്ട് കയറ്റിയും പിന്നോട്ടിറക്കിയും വട്ടം ചുറ്റിച്ചുമെല്ലാം ആക്രമണം തുടർന്നുകൊണ്ടിരുന്നു. ഇവരുടെ രഥങ്ങൾ അവർ പോരാടുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ വട്ടം ചുറ്റി ഇവർ പരസ്പരം ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു നിമിഷം പോലും ഇവർ വെറുതെ ഇരിക്കുന്നില്ല. ആവനാഴിയിൽ നിന്ന് അസ്ത്രമെടുക്കുന്നു, തൊടുക്കുന്നു, എയ്യുന്നു. അങ്ങനെ ഇതിനിടയിൽ അശ്വത്ഥാമാവ് ദിവ്യമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരുപാട് ആയുധങ്ങൾ പ്രയോഗിച്ചുവെന്നും പറയുന്നു. ആ ആയുധങ്ങളെല്ലാം ഭീമൻ തകർത്ത് കളഞ്ഞുവെന്നും പറയുന്നു തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട്. അപ്പോൾ പക്ഷേ ഭീമനും ചില ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ഈ പോരാട്ടം മുറുകിക്കൊണ്ടിരുന്ന സമയം ഇവരങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അസ്ത്രങ്ങൾ കൊണ്ട് ഒരു കൊടുങ്കാറ്റ് അയച്ചതുപോലെ, അതായത് അത്രത്തോളം അസ്ത്രങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അയച്ചു. ഒരസ്ത്രത്തിനിടയിൽ മറ്റൊരസ്ത്രം ഗ്യാപ്പില്ലാതെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അയച്ചപ്പോൾ അസ്ത്രങ്ങളുടെ മൂർച്ചയുള്ള ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി അവിടെ തീപ്പൊരിയുണ്ടായി. ആ തീപ്പൊരിയിൽ നിന്ന് ചുറ്റിനും അഗ്നിയായി. ആ അഗ്നിയുടെ നടുക്ക് നിന്നായി ഭീമസേനനും അശ്വത്ഥാമാവിൻ്റെയും പോരാട്ടം. ഒരാൾ ബലത്തിൻ്റെ പര്യായം, മറ്റൊരാൾ ജ്ഞാനത്തിൻ്റെ രൂപവും. ചുറ്റിനും നിൽക്കുന്ന യോദ്ധാക്കൾ ഭയന്നുകൊണ്ട് പിറക്കോട്ട് പോയി തുടങ്ങി. കാരണം എന്താണ്? ഇവരവരുടെ അസ്ത്രങ്ങൾ ഇപ്പോൾ തടയുന്നില്ല. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അസ്ത്രങ്ങൾ എയ്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നു, ആല്ലറി വിളിച്ചുകൊണ്ട്. ഈ സമയം ആകാശമാർഗം സിദ്ധന്മാർ വന്നു നിന്നിട്ട് പറഞ്ഞു, എന്താ പോരാട്ടം, എന്താ പോർവീര്യം! 2 യോദ്ധാക്കളും പിന്നോട്ട് പോകുന്നില്ല. കുരുക്ഷേത്ര ഭൂമിയിൽ ഇതുവരെ നടന്ന ദ്വന്ദ്വയുദ്ധങ്ങൾക്കിടയിൽ ഈ ഒരു പോരാട്ടത്തിൻ്റെ 16 അംശം വരുന്ന ഒരു ദ്വന്ദ്വയുദ്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല. 2 യോദ്ധാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ദ്വന്ദ്വയുദ്ധത്തിൽ ഭീമനും അശ്വത്ഥാമാവിനും ഇടയിൽ നടക്കുന്ന ഈ യുദ്ധത്തിൻ്റെ 16 അംശം വരുന്ന ഒരു ദ്വന്ദ്വയുദ്ധം ഇവിടെ ഇതുവരെ നടന്നിട്ടില്ല എന്ന് സിദ്ധന്മാർ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ഇവർ 2 പേരും മഹാസ്ത്രജ്ഞാനികളാണ്, അതുപോലെ ബുദ്ധിമാന്മാരാണ്, ശക്തന്മാരാണ്. ഒരാൾ പോരാട്ട വീര്യത്തിൽ അങ്ങേയറ്റം, മറ്റൊരാൾ അസ്ത്രപ്രയോഗങ്ങളെ അങ്ങേയറ്റം. ഇവർ 2 പേരും 2 സൂര്യന്മാരാകുന്നു. ഇവർ 2 പേരും 2 രുദ്രന്മാരാകുന്നു. ഇവർ 2 പേരും 2 കാലന്മാരാകുന്നു. അങ്ങനെ ഒരു ആക്രമണം. ഈ ആക്രമണത്തിൽ സ്വന്തം സാരഥികളെയും സ്വന്തം കൊടികളിലുമെല്ലാം അസ്ത്രമെയ്ത് കയറ്റിയിട്ട് ഈ 2 വീരന്മാർ ഏങ്ങലടിച്ച് അവിടെ തങ്ങളുടെ രഥങ്ങളിൽ ഇങ്ങനെ നിന്നു. ഒരു കൈ 2 പേരും രഥത്തിൽ പിടിച്ചുകൊണ്ട് ദേഹം മുറിഞ്ഞ് ശ്വാസമെടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. 2 പേരുടെയും കണ്ണിങ്ങനെ ജ്വലിക്കുകയാണ്. അശ്വത്ഥാമാവിൻ്റെ ചൂടാമണി ആ ക്രോധത്തിൽ തിളങ്ങുന്നു. ഭീമൻ്റെ കണ്ണ് ചുവന്ന നിറത്തിൽ ക്രോധത്തിൽ. 2 പേരും വിറയ്ക്കുന്നു, 2 പേരും പല്ല് മുറുക്കി പിടിക്കുന്നു. എന്നിട്ട് 2 പേരും അലറി വിളിച്ചുകൊണ്ട് വില്ലുയർത്തി ഒരസ്ത്രമെടുത്ത് 2 പേരും ഒരേ ക്ഷണത്തിൽ ചെവിയോളം വലിച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എയ്തു. 2 പേരുടെ ദേഹത്തും അസ്ത്രങ്ങൾ തറച്ചു. ഒരേ സമയം 2 പേരും അവരവരുടെ രഥത്തിൽ തളർന്നു വീണു. അശ്വത്ഥാമാവ് തളർന്നു വീണത് മനസ്സിലാക്കി ഉടനെ തന്നെ അശ്വത്ഥാമാവിൻ്റെ സാരഥി ആ രഥവുമായിട്ട് മറ്റൊരു ദിശയിലേക്ക് പോയി. ഭീമൻ തളർന്നു വീണത് കണ്ടുടനെ തന്നെ ഭീമൻ്റെ സാരഥി ആ രഥവുമായി മറ്റൊരു ദിശയിലേക്ക് പോയി. ശരിക്കും ഇതുപോലൊരു യുദ്ധം ഇതിൻ്റെ 16 അംശം നടന്നിട്ടില്ല എന്ന് പറയുന്ന രീതിയിലെ അതിഗംഭീര പോരാട്ടം. ഈ സമയം അർജുനൻ സംശപ്തകന്മാരുടെ പടയ്ക്ക് നടുവിലേക്ക് തൻ്റെ ഒരു സംഹാരരുദ്രനെപ്പോലെ പാഞ്ഞു കയറുകയാണ്. ശ്രീകൃഷ്ണൻ തെളിക്കുന്ന കവിധ്വജമുള്ള 4 ശ്വേതനിറത്തിലെ കുതിരകളെ പൂട്ടിയിട്ടുള്ള രഥത്തിൽ
ഗാന്ധീവധാരി യാതൊരുവിധ ഭയവുമില്ലാതെ നിൽക്കുന്നു. ദിവ്യമായിട്ടുള്ള ആ ഒരു രഥം, 2 ദിവ്യപുരുഷന്മാർ നിൽക്കുന്ന ആ രഥം സംശപ്തക പടക്കിടയിലേക്ക് ഇടിച്ചു കയറിയ സമയം അർജുനൻ്റെ ഞാണൊലിയും കേട്ടു. 100 കണക്കിന് സംശപ്തകന്മാരുടെ തല തെറിക്കുന്നതും അവർ കണ്ടു. അർജുനൻ ആ രഥത്തിനുള്ളിൽ ചുറ്റിത്തിരിഞ്ഞ് അസ്ത്രങ്ങൾ എയ്യുന്ന സമയങ്ങളിൽ അവിടെ ആയുധങ്ങൾ നുറുങ്ങുന്ന ശബ്ദം കേട്ടു, കൈകൾ തെറിച്ചു പോകുന്ന ശബ്ദം കേട്ടു, ആളുകളുടെ നിലവിളി കേട്ടു, കുതിരകൾ വീഴുന്ന ശബ്ദം, ആനകൾ ചെരിഞ്ഞ് വീഴുന്നു. അങ്ങനെ അതിഭയാനകമായ പോരാട്ടം നടന്നുകൊണ്ടിരുന്ന സമയം ബോധം തിരിച്ചെത്തിയ അശ്വത്ഥാമാവ് കണ്ണു തുറന്നു നോക്കുമ്പോൾ അശ്വത്ഥാമാവ് കേൾക്കുന്നത് കൃഷ്ണനെയും അർജുനനെയും പുകഴ്ത്തുന്ന ഒരു അശരീരിയായിരുന്നു. ആ അശരീരി കേട്ടുണർന്ന അശ്വത്ഥാമാവ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സംശപ്തകരെ ആ പടയുടെ നടുക്ക് കയറി മുടിച്ചുകൊണ്ടിരിക്കുന്ന അർജുനനെ. ഉടനെ തന്നെ അശ്വത്ഥാമാവ് തൻ്റെ കയ്യിൽ വില്ലെടുത്തിട്ട് സാരഥിയോട് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു. അങ്ങോട്ട് ചെന്നുടനെ അശ്വത്ഥാമാവ് ഉറക്കെ വിളിച്ചു, ഗാന്ധീവധാരിയായ മഹായോദ്ധാവായ മഹാരഥൻ അർജുന, ഇവിടെ ഞാൻ അങ്ങയുടെ വിരുന്നുകാരനായി വന്നിരിക്കുകയാണ്. അങ്ങയോട് ഞാൻ ചോദിക്കുന്നത് ഇതാണ്, എനിക്ക് യുദ്ധം നൽകിയാലും യുദ്ധത്തിൻ്റെ സൽക്കാരം എനിക്ക് നൽകിയാലും എന്ന് പറഞ്ഞു. അശ്വത്ഥാമാവിൻ്റെ മാന്യമായിട്ടുള്ള ഈ ഒരു ചാലഞ്ചിങ് കേട്ടപ്പോൾ അർജുനന് സന്തോഷമായി. അർജുനനെ അശ്വത്ഥാമാവ് അംഗീകരിച്ചതുപോലെ, ഒരു ബഹുമാനം കൊടുത്തതുപോലെ അർജുനന് തോന്നി. അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, കേശവ, ദേ കണ്ടില്ലേ, അശ്വത്ഥാമാവ് എന്നെ ചാലഞ്ച് ചെയ്യുന്നു, സംശപ്തകന്മാരെ ഞാൻ മുടിച്ചുകൊണ്ട് വിരിക്കുന്നു. ഇത്രയും മാന്യമായ രീതിക്ക് പോരാട്ടത്തിന് എന്നെ ഒരാൾ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇത്രയും മാന്യമായിട്ടുള്ള രീതിക്ക് അശ്വത്ഥാമാവ് വിളിച്ചത് കേട്ടില്ലേ, ഞാൻ എന്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. കൃഷ്ണൻ കൂടുതൽ സംസാരമൊന്നുമില്ലാതെ രഥം തെളിച്ച് നേരെ അശ്വത്ഥാമാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അശ്വത്ഥാമാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് കൃഷ്ണൻ പറഞ്ഞു, അശ്വത്ഥാമാവേ, ഉണ്ട ചോറിന് നന്ദി കാണിക്കാനുള്ള സമയമായി. നീ ദുര്യോധനൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടല്ലേ പോരാടേണ്ടത്. അർജുനൻ നിനക്ക് നൽകാൻ പോകുന്ന സൽക്കാരങ്ങളെല്ലാം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. ഇത് കേട്ടുടനെ അശ്വത്ഥാമാവ് ശരി എന്ന് പറഞ്ഞുടനെ 60 അസ്ത്രങ്ങൾ കൃഷ്ണന് നേരെ അയച്ചു. 3 അസ്ത്രങ്ങൾ അർജുനന് നേരെ. സംസാരിച്ച് തീർന്നുടനെ കൃഷ്ണന് നേരെ അസ്ത്രം ആദ്യം അയച്ചത് അർജുനന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായപ്പോൾ അർജുനൻ അശ്വത്ഥാമാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വാരിയിട്ടങ്ങ് പ്രഹരിക്കാൻ തുടങ്ങി. എന്നാൽ ക്രോധം വന്ന അർജുനൻ അശ്വത്ഥാമാവിന് നേരെ വിരിഞ്ഞ തലയുള്ള ചില അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ പോയി അശ്വത്ഥാമാവിൻ്റെ വില്ലിനെ 3 കഷ്ണങ്ങളായി മുറിച്ചിട്ടു. നടുക്കണ്ടം മാത്രം അശ്വത്ഥാമാവിൻ്റെ കയ്യിലിരിക്കുന്നു. വലിച്ചെറിഞ്ഞതിന് ശേഷം മിന്നൽ വേഗത്തിൽ അശ്വത്ഥാമാവ് അടുത്ത വില്ലെടുത്ത് ഞാണ് കെട്ടി കൃഷ്ണനും അർജുനനും നേരെ അസ്ത്രങ്ങൾ അയച്ചു. ആദ്യം 100 കണക്കിന് അസ്ത്രങ്ങൾ, പിന്നെ 1000 കണക്കിന് അസ്ത്രങ്ങൾ, പിന്നെ ലക്ഷക്കണക്കിന് 10 ലക്ഷക്കണക്കിന് അസ്ത്രങ്ങൾ. ഒരാൾ ഇത്രയും ചെയ്തത് കണ്ടപ്പോൾ ചുറ്റിനും നിൽക്കുന്ന ആളുകൾ ഭയത്തോടുകൂടി ദ്രൗണിയെ നോക്കി. അശ്വത്ഥാമാവ് അവിടെ നിന്നുകൊണ്ട് ഉറക്കെ അലറാൻ തുടങ്ങി. ആ ക്രോധത്തിൽ, ആ ഒരു പോർവിദ്യത്തിൽ അശ്വത്ഥാമാവ് അലറുകയാണ്. ഈ അസ്ത്രങ്ങൾ കൃഷ്ണൻ്റെയും അർജുനൻ്റെയും ദേഹത്തേക്ക് തറച്ചു കയറാൻ പോവുകയാണ്. കുറേ അസ്ത്രങ്ങൾ കൃഷ്ണനെയും അർജുനനെയും മുറിവേൽപ്പിച്ചു തുടങ്ങി. അർജുനൻ പറഞ്ഞു, ഈ അസ്ത്രങ്ങൾ കൊണ്ട് നമ്മളെ വധിക്കാമെന്നാണ് അവൻ വിചാരിച്ചേക്കുന്നത്. എൻ്റെ ആചാര്യൻ എന്നെ പഠിപ്പിച്ചതിൻ്റെ ശക്തി ആചാര്യൻ്റെ പുത്രനെ ഞാൻ കാണിച്ചു കൊടുക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് അശ്വത്ഥാമാവ് അയച്ച എണ്ണമറ്റ അസ്ത്രങ്ങൾക്ക് നേരെ അർജുനൻ അസ്ത്രങ്ങൾ അയച്ചു. എങ്ങനെയെന്നറിയോ? ഓരോ അസ്ത്രങ്ങൾ 3 കഷ്ണമായി മുറിക്കുന്ന രീതിക്ക് അർജുനൻ അത്രത്തോളം അസ്ത്രങ്ങൾ തിരിച്ചയച്ചു. അർജുനൻ്റെ ഈ പ്രകടനം കണ്ടപ്പോൾ സംശപ്തകന്മാർക്ക് ഭയമായി. ഇങ്ങനെ അശ്വത്ഥാമാവിനെ ആക്രമിച്ചതിന് നേരെ ശേഷം അർജുനൻ നേരെ ആ രഥത്തിൽ നിന്നുകൊണ്ട് തിരിഞ്ഞിട്ട് പിന്നിൽ നിന്ന് വരുന്ന സംശപ്തകന്മാർക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ദൂരം നിന്ന് വരുന്ന സംശപ്തകന്മാരുടെ കാലാൾ പടയാളികൾ, കുതിരപ്പടയാളികൾ, രഥസൈന്യം, അതുപോലെ ഗജസൈന്യം എല്ലാത്തിനെയും അർജുനൻ അസ്ത്രമേത് നിലംപരിശാക്കിക്കൊണ്ടിരുന്നു. കാണുന്ന ആളുകൾക്ക് അത്ഭുതകരമായ ഒരു കാഴ്ച. ഒരു സ്ഥലത്തൊരു മഹാരഥൻ, മറ്റൊരു സ്ഥലത്ത് തൻ്റെ ഉന്മൂലനം കാണാൻ വേണ്ടി മാത്രം ഫോം ചെയ്തേക്കുന്ന ഒരു സ്പെഷ്യൽ യൂണിറ്റ്. ഇതിനെ അർജുനൻ ഒറ്റയ്ക്ക് നിന്ന് ആക്രമിക്കുന്നു. ക്രോധത്തോടെ അർജുനനെ ആക്രമിച്ച ആ സമയം അർജുനൻ അശ്വത്ഥാമാവിന് നേരെ വീണ്ടും ഒരു അസ്ത്രം അയച്ചു. ഈ ഇരുമ്പസ്ത്രം അർജുനൻ അശ്വത്ഥാമാവിൻ്റെ നെറ്റിത്തടത്തിലാണ് കൊള്ളിച്ചത്. അശ്വത്ഥാമാവിൻ്റെ നെറ്റിത്തടത്തിൽ ഈ അസ്ത്രം കൊള്ളിച്ച ഈ സമയം അർജുനൻ്റെയും കൃഷ്ണൻ്റെയും ദേഹം മാരകമായി മുറിവേറ്റിരുന്നു അശ്വത്ഥാമാവിൻ്റെ അസ്ത്രപ്രഹരം കൊണ്ട്. അശ്വത്ഥാമാവിനെ ഇങ്ങനെ അസ്ത്രം അയച്ചതിന് ശേഷം അർജുനൻ എല്ലാ ദിശകളിലേക്കും ചുറ്റിത്തിരിഞ്ഞിങ്ങനെ അസ്ത്രം എയ്തുകൊണ്ടിരുന്നു. അസ്ത്രം എയ്തിട്ട് ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവിനെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടിയതിന് ശേഷം അർജുനൻ നേരെ തിരിച്ച് ചെറിയ ദിവ്യാസ്ത്രങ്ങളും, അതായത് ഒരസ്ത്രം എയ്യുമ്പോൾ അത് പല അസ്ത്രങ്ങളായൊക്കെ പോവുമല്ലോ, അങ്ങനത്തെ ദിവ്യാസ്ത്രങ്ങളും തൻ്റെ കൈവേഗം കൊണ്ടുമെല്ലാം അസ്ത്രങ്ങൾ എയ്തു. ആളുകൾക്ക് അർജുനൻ ആവനാഴിയിൽ നിന്ന് അസ്ത്രമെടുത്ത് വില്ലിലേക്ക് തുരുക്കുന്നതും ഞാണ് വർക്കൗട്ട് വലിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമൊന്നും അറിയുന്നില്ല. അത്ര സ്പീഡിൽ അർജുനൻ അങ്ങോട്ട് അസ്ത്രങ്ങൾ അയച്ചു. സംശപ്തകപ്പടയെ മുടിച്ചുകൊണ്ടിരുന്ന ഈ സമയം സംശപ്തകപ്പടയിലുണ്ടായിരുന്ന
കലിംഗരും വാംഗദേശത്തിൽ നിന്ന് വന്ന ആളുകളും നിഷാദ ദേശത്തിലുള്ള യോദ്ധാക്കളുമെല്ലാം അർജുനന് നേരെ പാഞ്ഞെടുത്ത ഓർമ്മ മാത്രമേ അവർക്കുള്ളൂ. അവരുടെ ശിരസുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു, കൈകാലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അർജുനൻ അവിടെ എല്ലാവരെയും മുട്ടിച്ചുകൊണ്ടിരുന്ന സമയം വീണ്ടും അശ്വത്ഥാമാവ് അർജുനനെയും കൃഷ്ണനെയും ആക്രമിച്ചു. അർജുനൻ ഉടനെ സംശപ്തകരെ ഒഴിവാക്കി ഇദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു, അശ്വത്ഥാമാവിന് നേരെ തിരിഞ്ഞു, വീണ്ടും ആ ആക്രമണം നടത്തി. അശ്വത്ഥാമാവ് ഒന്നിനു പിന്നാലെ ഒന്നായി അസ്ത്രങ്ങളിങ്ങനെ അയച്ചു. 3 അസ്ത്രങ്ങൾ അർജുനൻ്റെ ദേഹത്ത് കൊള്ളിച്ചു, 2 അസ്ത്രങ്ങൾ കൃഷ്ണൻ്റെ ദേഹത്തും കൊള്ളിച്ചു. ഈ സമയം കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു, അർജുന, നീ എന്തിനാണ് അവനെ ഒഴിവാക്കുന്നത്? അവനെ വധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ യോദ്ധാവിനെ ഇപ്പോൾ വധിച്ചുകൊള്ളൂ അർജുന, ഇല്ലെങ്കിൽ ഇവൻ കാരണം നാളെ നിനക്ക് വലിയൊരു ദുഃഖമുണ്ടാകും. ആ ദുഃഖം ഒരു മാറാരോഗം പോലെ പടർന്നു പിടിക്കുന്ന ഒന്നായിരിക്കും എന്ന് കൃഷ്ണൻ പറഞ്ഞു. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് അർജുനൻ അറിഞ്ഞില്ല. ഈ യോദ്ധാവിനെ വധിക്കൂ, ഇല്ലെങ്കിൽ ഇവൻ കാരണം വലിയൊരു ദുഃഖം നിനക്കുണ്ടാവും. തൻ്റെ പേരക്കുട്ടിക്ക് നേരെയാണ്, അർജുനൻ്റെ പേരക്കുട്ടിക്ക് നേരെയാണ് ബ്രഹ്മശിര എടുത്ത് തൊടുത്തു തന്നത്തെ ദിവസം അല്ലേ, എന്നുവെച്ചാൽ 18-ാം ദിവസം. അങ്ങനെ പറഞ്ഞു കൃഷ്ണൻ, ഇവനെ ഇപ്പോൾ വധിച്ചോ, ഇല്ലെങ്കിൽ ഇവൻ കാരണം വലിയൊരു വിപത്ത് നിനക്കുണ്ടാവും അർജുന എന്ന് പറഞ്ഞു. അർജുനൻ ഗാന്ധീപത്തിൽ അസ്ത്രമെടുത്ത് ഇങ്ങനെ തൊടുത്ത് ദ്രോണാചാര്യരുടെ പുത്രന് നേരെ ഇങ്ങനെ വെച്ചപ്പോൾ ദ്രോണാചാര്യർ എന്ന തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിൻ്റെ കൂടെ തന്നെ പഠിപ്പിച്ച അശ്വത്ഥാമാവിനെ ഓർമ്മ വന്നു. താൻ ഒരുപാട് ബഹുമാനിക്കുന്ന അശ്വത്ഥാമാവിനെ ഓർമ്മ വന്നു. അർജുനന് അശ്വത്ഥാമാവിന് അസ്ത്രം കൊള്ളിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അർജുനൻ എന്ത് ചെയ്തു? അശ്വത്ഥാമാവിൻ്റെ കുതിരയുടെ ദേഹത്ത് അസ്ത്രമേത് കയറ്റി. അങ്ങനെ നിയന്ത്രണം വിട്ട കുതിര അശ്വത്ഥാമാവിൻ്റെ രഥവും കൊണ്ട് അങ്ങോട്ടേക്ക് പോയ സമയം അർജുനൻ നേരെ സംശപ്തകരെ ആക്രമിക്കാനൊരുങ്ങി. കൃഷ്ണൻ ഇത് കണ്ടിട്ട് ഇങ്ങനെ തലയാട്ടിലിരിപ്പിരുന്നു. അവിടെ പോയ അശ്വത്ഥാമാവ് വീണ്ടും ആക്രമിക്കണോ വേണ്ടയോ എന്നും പറഞ്ഞ് തിരിഞ്ഞു. അശ്വത്ഥാമാവിനറിയായിരുന്നു ധനഞ്ജയനായ അർജുനൻ്റെ വിജയം സുനിശ്ചിതമാണെന്നുള്ള കാര്യം. അതുകൊണ്ട് അർജുനൻ്റെ അടുത്തേക്ക് വീണ്ടും അശ്വത്ഥാമാവ് തിരിച്ചു പോയില്ല. ഈ സമയം കൗരവപ്പടയിലൊരു വല്ലാത്ത നിലവിളി ശബ്ദം കേൾക്കുന്നു. ആ നിലവിളി ശബ്ദമിടൂ എന്നും പറഞ്ഞ് കൗരവപ്പടയിൽ നിന്ന് കുറേ ആളുകൾ ഓടുന്നു. ശംഖുനാദമെല്ലാം കേൾക്കുന്നു. കൃഷ്ണ, ഇതാര് നമ്മളിവിടെ നിൽക്കുമ്പോൾ അവിടെ കയറി തവിട് ഓടിയേക്കുന്ന ഭീമൻ ചേട്ടനാണോ? അല്ലല്ലോ, പുള്ളിക്കാരൻ വേറൊരു സ്ഥലത്ത് ചവിട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, മറ്റാരാ? അങ്ങനെ കൃഷ്ണൻ തൻ്റെ രഥം ഇതാരെന്നറിയാനായിട്ട് കൃഷ്ണാർജുനന്മാർ അങ്ങോട്ട് കയറിയപ്പോൾ കാണുന്ന കാഴ്ച, തമിഴകത്തിൽ നിന്ന് വന്നിട്ടുള്ള പാണ്ഡ്യദേശത്തെ രാജാവായ മലയധ്വജ പാണ്ഡ്യൻ അവിടെ നിന്നുകൊണ്ട് കൗരവപ്പടയെ മുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. പാണ്ഡ്യരാജവംശത്തിലെ, അതായത് തമിഴകത്തിലെ പാണ്ഡ്യ രാജവംശം, പാണ്ഡ്യ ചക്രവർത്തിയായിട്ടുള്ള മലയധ്വജ പാണ്ഡ്യൻ, അതായത് തമിഴകത്തിലെ ചക്രവർത്തിയായിട്ടുള്ള ഒരാളുടെ പേര് മലയധ്വജ പാണ്ഡ്യൻ ഇവിടെ എടുത്തു പറയുകയാണ്. ആ മലയധ്വജ പാണ്ഡ്യൻ അവിടെ നിന്നുകൊണ്ട് കൗരവപ്പടയെ മുട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഒറ്റയ്ക്ക്. അർജുനൻ ഇങ്ങനെ നോക്കിയിട്ട് അംഗരാജൻ കർണൻ്റെ സൈന്യമല്ലേ മലയധ്വജ പാണ്ഡ്യൻ തകർത്തുകൊണ്ടിരിക്കുന്നത്. വഴിയിൽ കൂടെ പോയ ഒരു പടയാളി, തമാശയ്ക്ക് പറയണേ, വഴിയിൽ കൂടെ പോയ ഒരു പടയാളി പറഞ്ഞു, രാജകുമാര അർജുന, കർണൻ്റെ ഏത് സൈന്യം? ആ സൈന്യമൊക്കെ പോയി, ആ സൈന്യത്തിനെയൊക്കെ മലയധ്വജ പാണ്ഡ്യൻ തട്ടി. അങ്ങനെ മലയധ്വജ പാണ്ഡ്യൻ അവിടെ നിന്നുകൊണ്ട് അസ്ത്രങ്ങളുടെ പെരുമഴ പെയ്ച്ചുകൊണ്ട് ചതുരംഗപ്പടകളെ തകർത്ത് വിട്ടുകൊണ്ടിരുന്ന സമയം ദ്രൗണി ഈ പോരാട്ടം കണ്ടു. അശ്വത്ഥാമാവ് ഈ പോരാട്ടം കണ്ടു. അശ്വത്ഥാമാവ് ഈ പോരാട്ടം കണ്ടിട്ട് മലയധ്വജ പാണ്ഡ്യൻ്റെ അടുത്തൊരു മതിപ്പ് തോന്നി. അശ്വത്ഥാമാവ് ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, മഹാരഥ, അങ്ങ് അസ്ത്രങ്ങളുടെ പെരുമഴ പെയ്യ്ക്കുകയാണ്. വജ്രത്തെപ്പോലും തടഞ്ഞു നിർത്താൻ കഴിയുന്ന ധീരത അങ്ങേക്കുണ്ട്. അങ്ങനെയാണ് ഇവിടെ നിന്നുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു യുദ്ധഭൂമിയിൽ ഞാനല്ലാതെ മറ്റാരും അങ്ങയുമായി പോരാടാൻ തുല്യനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങ് ഞാനുമായി പോരാടിയാലും. മലയധ്വജ പാണ്ഡ്യൻ ഒരിക്കലും തന്നെ കൃഷ്ണനും അർജുനനും താഴെയായി കണ്ടിരുന്നില്ല. താൻ ഭീഷ്മർക്കും കർണനും തുല്യമാണ് എന്നാണ് മലയധ്വജ പാണ്ഡ്യൻ വിശ്വസിച്ചിരുന്നത്. അത്രത്തോളം ധീരതയായിരുന്നു മലയധ്വജ പാണ്ഡ്യന്. ഉടനെ തന്നെ മലയധ്വജ പാണ്ഡ്യൻ ഈ പോരാട്ടത്തെ സ്വീകരിച്ച അടുത്ത നിമിഷം അശ്വത്ഥാമാവ് ഞാണ് വിളിക്കുന്ന ശബ്ദവും അസ്ത്രമയക്കുന്നതും മാത്രമേ ആളുകൾ കണ്ടുള്ളൂ. ഒരസ്ത്രം മലയധ്വജ പാണ്ഡ്യൻ്റെ ദേഹത്ത് തറച്ചു. ഉടനെ തന്നെ മലയധ്വജ പാണ്ഡ്യൻ ഒരു അസ്ത്രം നേരെ തിരിച്ചയച്ചു. ആ അസ്ത്രം അരം പോലത്തെ അസ്ത്രമായിരുന്നു. അത് അശ്വത്ഥാമാവിൻ്റെ ദേഹത്തും തറച്ചു. അശ്വത്ഥാമാവ് 9 അസ്ത്രങ്ങൾ അയച്ചു. മലയധ്വജ പാണ്ഡ്യൻ ആ അസ്ത്രങ്ങളെ മുറിച്ചിട്ടു. ആ ബാക്കി വരുന്ന ചില 4 അസ്ത്രങ്ങൾ മലയധ്വജ പാണ്ഡ്യൻ്റെ കുതിരയെ വധിച്ചപ്പോൾ ആ രഥത്തിൽ നിന്ന് ചാടി മലയധ്വജ പാണ്ഡ്യൻ അടുത്ത രഥത്തിലേക്ക് കയറിയതും അശ്വത്ഥാമാവിന് നേരെ ഒരു അസ്ത്രം അയച്ചതും അശ്വത്ഥാമാവിൻ്റെ വില്ല് മുറിഞ്ഞതും ഒരേ സമയം. അശ്വത്ഥാമാവിൻ്റെ വില്ല് മുറിഞ്ഞ ആ സമയം ഒരു മതിപ്പ് മലയധ്വജ പാണ്ഡ്യനോട് തോന്നിയിട്ട് ആ വില്ല് വലിച്ചെറിഞ്ഞിട്ട് അതിവേഗം അടുത്ത വില്ലെടുത്ത് ഞാണ് കെട്ടി അശ്വത്ഥാമാവ് എണ്ണമറ്റ ശരങ്ങൾ മലയധ്വജ പാണ്ഡ്യന് നേരെ അയച്ചു.
ആ ശരങ്ങളെ മലയധ്വജ പാണ്ഡ്യൻ വിദഗ്ധമായി മുറിച്ച് നിലത്തിട്ടു. എന്നാൽ ഈ അസ്ത്രങ്ങൾ മുറിച്ച് നിലത്തിടുന്ന സമയവും മലയധ്വജ പാണ്ഡ്യൻ അറിയാമായിരുന്നു അശ്വത്ഥാമാവിൻ്റെ അസ്ത്രങ്ങൾ എണ്ണമറ്റ അസ്ത്രങ്ങളാണ്, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം. ഇതിനിടയിൽ മലയധ്വജ പാണ്ഡ്യൻ അശ്വത്ഥാമാവിൻ്റെ രഥം സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഒരുത്തൻ്റെ ജീവനെടുത്തു. എന്നിട്ട് വീണ്ടും അശ്വത്ഥാമാവുമായി പോരാടിക്കൊണ്ടിരുന്നു. 1 2 മിനിറ്റൊന്നുമല്ല, 3 മണിക്കൂറാണ് ഇവർ നിന്ന് പോരാടിയത്. ഒരു സിനിമ കാണുന്ന സമയം 3 മണിക്കൂർ അശ്വത്ഥാമാവും മലയധ്വജ പാണ്ഡ്യനും നിന്ന് പോരാടിക്കൊണ്ടിരുന്നു. അശ്വത്ഥാമാവെന്ന് പറയുമ്പോൾ ഗുരുക്കന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ഗുരുവാണ്. മലയധ്വജ പാണ്ഡ്യൻ യോദ്ധാക്കളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മഹായോദ്ധാവും. ഇവരുടെ ഈ ഒരു പോരാട്ടം ശരിക്കും കണ്ടു നിൽക്കുന്നവർക്ക് അത്ഭുതമുളവാക്കുന്ന ഒന്നായിരുന്നു. മലയധ്വജ പാണ്ഡ്യനുമായുള്ള പോരാട്ടം അശ്വത്ഥാമാവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അശ്വത്ഥാമാവ് ആ 3 മണിക്കൂർ നേരം മലയധ്വജ പാണ്ഡ്യന് നേരെ അയച്ച അസ്ത്രങ്ങളുണ്ടല്ലോ, അത് 8 കാളവണ്ടിയിൽ കെട്ടിവലിക്കാൻ പറ്റുന്നത്രത്തോളം അസ്ത്രങ്ങളാണ് അശ്വത്ഥാമാവ് മലയധ്വജ പാണ്ഡ്യന് നേരെ അയച്ചത്. ഈ സമയം അശ്വത്ഥാമാവ് ഞാണ് വലിച്ചു വിട്ട് അസ്ത്രങ്ങൾ വിടുന്നത് എല്ലാവരും കണ്ടു. മലയധ്വജ പാണ്ഡ്യൻ നോക്കിയപ്പോൾ ആകാശം കാണാൻ പറ്റാത്ത രീതിക്ക് അസ്ത്രങ്ങൾ കൊണ്ടൊരു കൊടുങ്കാറ്റ് അശ്വത്ഥാമാവ് സൃഷ്ടിച്ചു. ആ അസ്ത്രങ്ങൾ മലയധ്വജ പാണ്ഡ്യൻ അടുത്തോട്ടിങ്ങനെ വരുന്ന സമയം മലയധ്വജ പാണ്ഡ്യൻ തൻ്റെ വില്ലുയർത്തി മന്ത്രജപം നടത്തി ഞാണ് പിറക്കോട്ട് വലിച്ചപ്പോൾ വായുവിൻ്റെ രൂപത്തിലൊരു അസ്ത്രം അവിടെ കണ്ടു. ആ അസ്ത്രം മുകളിലോട്ട് അയച്ചപ്പോൾ വായവ്യാസ്ത്രമായിരുന്നു അത്. ആ വായവ്യാസ്ത്രം മുകളിലേക്ക് പോയി ഒരു കൊടുങ്കാറ്റായി മാറി. അസ്ത്രങ്ങളുടെ പെരുമഴ, അശ്വത്ഥാമാവ് അയച്ച അസ്ത്രങ്ങളെ എല്ലാത്തിനെയും കൂടെ ഈ വായവ്യാസ്ത്രത്തിൻ്റെ പ്രഭാവത്തിൽ അടിച്ചു തെറിപ്പിച്ച് നാനാദിശയിലേക്ക് അയച്ചു. എന്നിട്ട് മലയധ്വജ പാണ്ഡ്യൻ ഞാണ് വലിച്ചിങ്ങനെ നിന്ന സമയം അശ്വത്ഥാമാവിന് ദേഷ്യം വന്നു. കാരണം കുറേ നേരം നിന്ന് പോരാടിയല്ലോ. അശ്വത്ഥാമാവ് ഉടനെ തന്നെ മലയധ്വജ പാണ്ഡ്യന് നേരെ തുരുതുര അസ്ത്രങ്ങൾ അയച്ചു. ഒരസ്ത്രം വന്ന മലയധ്വജ പാണ്ഡ്യൻ്റെ കൊടി മുറിച്ച് കളഞ്ഞു. അടുത്ത അസ്ത്രങ്ങൾ വന്ന് മലയധ്വജ പാണ്ഡ്യൻ്റെ കുതിരകളെ വധിച്ചു. അടുത്ത അസ്ത്രം വന്ന് മലയധ്വജ പാണ്ഡ്യൻ്റെ സാരഥിയെ വധിച്ചു. മലയധ്വജ പാണ്ഡ്യൻ്റെ വില്ലു മുറിഞ്ഞുപോയി, ആവനാഴി മുറിഞ്ഞുപോയി. പിന്നീട് അശ്വത്ഥാമാവ് മലയധ്വജ പാണ്ഡ്യൻ്റെ രഥത്തിന് നേരെ തുരുതുര അസ്ത്രങ്ങൾ അയച്ചു. ആ രഥം തവിട്ട് പൊടിയാക്കി കളഞ്ഞു. ഈ സമയം ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ഗജരാജൻ, ചട്ട വെച്ച് കെട്ടിയിട്ടുള്ളൊരു ഗജരാജൻ, ആ ആനയുടെ പുറത്ത് ഒരു ആനപ്പടയാളിയില്ല. ഇപ്പോഴും മലയധ്വജ പാണ്ഡ്യൻ പോരാട്ടം അവസാനിപ്പിച്ചില്ല. അശ്വത്ഥാമാവ് അസ്ത്രമയച്ച സമയം മലയധ്വജ പാണ്ഡ്യൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി ഓടി ഒരു രഥത്തിൽ ചവിട്ടി, ആനയുടെ കൊമ്പിൽ ചവിട്ടി, ആനയുടെ മുകളിൽ കയറി ഒരു നിപ്പ്. ആ നിൽക്കുന്ന നിപ്പ് കണ്ട ആളുകൾ വളരെ അത്ഭുതത്തോടു കൂടി മലയധ്വജ പാണ്ഡ്യൻ്റെ പോരാട്ട വീര്യം കണ്ടു. ഇത്രയും നേരം കൗരവപ്പടയിലെ ചതുരംഗപ്പടകൾ നശിപ്പിച്ചു കൊണ്ടിരുന്ന മലയധ്വജ പാണ്ഡ്യൻ ഈ ഒരു പ്രകടനവും കൂടെ കാണിച്ചപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. ശേഷം മറ്റൊരു കാര്യവും കൂടെ കാണിച്ചു. മിന്നൽ വേഗത്തിനൊരു കുന്തമെടുത്ത് മലയധ്വജ പാണ്ഡ്യൻ എറിഞ്ഞു. മലയധ്വജ പാണ്ഡ്യൻ്റെ കയ്യിൽ നിന്ന് പോയ കുന്തം അശ്വത്ഥാമാവിൻ്റെ ശ്രേഷ്ഠമായ കിരീടത്തിലാണ് വന്ന് തട്ടിയത്. ആ കിരീടം തവിട് പൊടിയായിപ്പോയി. ദേഷ്യം വന്ന അശ്വത്ഥാമാവ് തുരുതുര അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ ഈ ഗജത്തിനെയും വീഴ്ത്തി മലയധ്വജ പാണ്ഡ്യൻ്റെ കൈകളെയും തലയെയും അറുത്തു. അങ്ങനെ കുണ്ടലങ്ങൾ അണിഞ്ഞിട്ടുള്ള ആ ശിരസ് നിലംപതിച്ചു. എന്താ പറയുക, ശക്തമായ പേശികളുള്ള ദിവ്യമായിട്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ള ആ കൈകളും നിലംപതിച്ചു. മലയധ്വജ പാണ്ഡ്യൻ വീണ സമയം എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ചുവെന്ന് പറയും. ഈ സമയം ദുര്യോധനൻ വന്ന് അശ്വത്ഥാമാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം മലയധ്വജ പാണ്ഡ്യനെ അശ്വത്ഥാമാവ് വന്ന് തകർത്തില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ദുര്യോധനൻ്റെ പടയുടെ അല്ലേ തന്നെ ഓൾറെഡി തന്നെ നല്ലൊരു ഭാഗത്തിനെ മലയധ്വജ പാണ്ഡ്യൻ ഒറ്റയ്ക്ക് അങ്ങ് തകർത്തു. ബാക്കിയും കൂടെ മലയധ്വജ പാണ്ഡ്യൻ തകർത്തേനെ. അതായിരുന്നു മലയധ്വജ പാണ്ഡ്യനുമായിട്ടുള്ള അശ്വത്ഥാമാവിൻ്റെ പോരാട്ടം. എന്നാൽ ഈ സമയം പാണ്ഡവപ്പടയ്ക്കുള്ളിൽ നിന്ന് വല്ലാത്ത ഒരു നിലവിളിയും ബഹളവുമെല്ലാം കേൾക്കുന്നുണ്ട്. അവിടെ ആയുധങ്ങൾ തകരുന്ന ശബ്ദവും, ഗജങ്ങൾ ചരിയുന്ന ശബ്ദവും, കുതിരകൾ നിലവിളിക്കുന്ന ശബ്ദവും, രഥങ്ങൾ തകരുന്ന ശബ്ദവും എല്ലാം കേൾക്കുന്നുണ്ട്. ഇതോടൊപ്പം ഞാണൊലികളും ശരവർഷത്തിൻ്റെയും ശബ്ദം കേൾക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെയും ഒരു രഥം ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് പാണ്ഡവപ്പടയെ ആക്രമിക്കുകയാണ്. ആ രഥത്തിൻ്റെ കൊടിയടയാളമാകട്ടെ സ്വർണ്ണ ആനച്ചങ്ങലൈ. സർവ്വസൈന്യാധിപനായിട്ടുള്ള കർണനായിരുന്നു അവിടെ നിന്ന് പോരാടിക്കൊണ്ടിരുന്നത്. കർണൻ്റെ ഞാനൊലി കേൾപ്പിച്ചുകൊണ്ട് കർണൻ ആനകളെ പേടിപ്പിച്ച് ഓടിക്കുന്നുണ്ട്. ആ ആനകളെ കർണൻ അമ്പെയ്ത് വീഴ്ത്തുന്നുമുണ്ട്. കർണൻ്റെ അസ്ത്രപ്രയോഗത്തിൽ അന്ന് പാഞ്ചാല ദേശത്തിൽ നിന്ന് വന്നിട്ടുള്ള 5 ധീരന്മാരും അതുപോലെ 10 രഥോത്തമന്മാരും പിന്നീട് വീണ്ടും 5 പ്രശസ്തരായിട്ടുള്ള യോദ്ധാക്കളെയും കർണൻ വധിച്ചിട്ടു. ഈ യോദ്ധാക്കളുടെ പേരൊന്നും പറയുന്നില്ല.
അങ്ങനെ കർണൻ ഇങ്ങനെ പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് ദൃഷ്ടദ്യുമ്നൻ, നകുലൻ, സഹദേവൻ, ദ്രൗപദീപുത്രന്മാർ ഇവരെല്ലാവരും, സാത്യകി ഇവരെല്ലാവരും കൂട്ടത്തോടെ കർണൻ പോരാടുന്ന സ്ഥലത്തേക്ക് പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. എപ്പോഴൊക്കെ പാണ്ഡവപ്പടയും സൃഞ്ജയരും പാഞ്ചാലരും എല്ലാം കർണൻ്റെ അസ്ത്രങ്ങളുടെ റേഞ്ചിനുള്ളിൽ കയറുന്നു, അവരെല്ലാവരും വധിക്കപ്പെട്ടു വീഴുന്നു. ഒരാളെ വധിക്കാനായിട്ട് രണ്ടാമതൊരു അസ്ത്രവും കൂടെ കർണന് അയക്കേണ്ടി വരുന്നില്ല. കർണൻ്റെ ഓരോ അസ്ത്രങ്ങളിൽ തന്നെ യോദ്ധാക്കൾ നിലംപരിശായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കർണൻ്റെ ഈ ഒരു പോരാട്ടം അങ്ങനെ കൊടുമ്പിരി കൊണ്ടുനിന്ന ആ സമയം ദൃഷ്ടദ്യുമ്നനും ദ്രൗപദീപുത്രന്മാർ, അതായത് ഉപപാണ്ഡവരും നകുല സഹദേവന്മാരും യുയുത്സുവും കൂടെ കർണൻ നിന്ന് പോരാടുന്ന ആ സ്ഥലത്തേക്ക് പാഞ്ഞെടുത്തു. ആ സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവർ. ഈ സമയം ദുര്യോധനൻ്റെ നേതൃത്വപ്രകാരം പല ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വലിയ ഗജസൈന്യം ഒരാളെ മാത്രം ലക്ഷ്യമാക്കി പോവുകയാണ്, ദൃഷ്ടദ്യുമ്നനെ. ദൃഷ്ടദ്യുമ്നൻ ആ ഗജസൈന്യങ്ങളെ എല്ലാം നേരിട്ടുകൊണ്ടിരുന്നു, അവയെല്ലാം നിലംപരിശാക്കിക്കൊണ്ടുവരുന്നു. ഇതിനിടയ്ക്ക് വംഗദേശത്തിൽ നിന്ന് വന്നിട്ടുള്ള രാജാവ്, അദ്ദേഹവും ഒരു ആനയുടെ പുറത്തിരുന്നാണ് പോരാടുന്നത്. വംഗദേശത്തിൽ നിന്ന് വന്നിട്ടുള്ള രാജാവ് ദൃഷ്ടദ്യുമ്നനെ ആക്രമിക്കാൻ വന്നപ്പോൾ ദൃഷ്ടദ്യുമ്നൻ അസ്ത്രം കൊണ്ട് ആ രാജാവിനെ വധിക്കുകയും വധിച്ച് നിലത്തിടുകയും, എന്നാൽ വംഗദേശത്തെ രാജാവിൻ്റെ ഗജം, ആന, ക്രോധത്തോടുകൂടി ദൃഷ്ടദ്യുമ്നനെ ആക്രമിക്കാൻ വന്ന സമയം അതിവിദഗ്ധമായി സഹദേവൻ പാഞ്ഞെത്തി ആ ഗജത്തിനെ സഹദേവൻ തൻ്റെ ശരവർഷം കൊണ്ട് വധിച്ച് നിലത്തിട്ടു. ശേഷം അംഗദേശത്തിലെ രാജാവ് സഹദേവനെ ആക്രമിക്കാൻ വന്നപ്പോൾ സഹദേവൻ അംഗദേശത്തിലെ രാജാവുമായി, ഇത് കർണനല്ല, കർണൻ്റെ അംഗദേശമല്ല, വേറെ അംഗദേശം, സഹദേവൻ അംഗദേശത്തിലെ രാജാവുമായി പോരാടിക്കൊണ്ടിരുന്ന സമയം അവിടെ നകുലൻ പാഞ്ഞെത്തിയിട്ട് സഹദേവനോട് മറ്റൊരാളുമായി പോരാടാൻ പറഞ്ഞിട്ട് നകുലൻ അംഗദേശത്തിലെ രാജാവിനെ വധിച്ച് നിലത്തിട്ടു. അങ്ങനെ ദൃഷ്ടദ്യുമ്നൻ, സാത്യകി, ഉപപാണ്ഡവർ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ഗജസൈന്യത്തിനെ അത്രയും മുടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ ഭീമൻ എവിടെ പോയി കിടക്കുകയാണോ എന്തോ. പുള്ളിക്കാരൻ്റെ മെയിൻ പരിപാടിയാണല്ലോ ഈ ആനപ്പടയിൽ കയറി മേയുക എന്നുള്ളത്. വേറെ എവിടെയോ പോയി കിടക്കുകയാണ് ഈ സമയത്ത്, വേറെ ആരെയോ പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അങ്ങനെ ഈ പോരാട്ടം അങ്ങനെ മുറുകി പൊയ്ക്കൊണ്ടിരുന്ന സമയം സഹദേവനും ദുശാസനുമായിട്ടൊരു പോരാട്ടം ഉണ്ടായി. ആ പോരാട്ടം അതിഗംഭീരമായിരുന്നു. വില്ല് മുറിഞ്ഞ് വാളെടുത്ത് പോരാടുന്നുണ്ട്, വാള് മുറിച്ച് കളയുന്നുണ്ട്. മറ്റൊരാൾ വില്ല് മുറിയുമ്പോൾ വീണ്ടും വാളെടുക്കുന്നുണ്ട്, ആ വാള് സഹദേവനും മുറിച്ച് കളയുന്നുണ്ട്. അങ്ങനെ സഹദേവൻ്റെയും ദുശാസനനും ഇടയിലുള്ള ആ ഒരു പോരാട്ടത്തിൽ സഹദേവൻ ദുശാസനനെ ബോധം കെടുത്തുന്നുണ്ട്. എന്നാൽ ബോധം കെടുത്തുന്നതിന് മുൻപ് ദുശാസനൻ നല്ല ഒന്നാന്തരമായി പോരാടുന്നുണ്ട്. ഈ സമയം നകുലനാകട്ടെ ഒരു മര്യാദയുമില്ലാതെ അവിടെ ഭയാനകമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും വധിച്ച് വീഴ്ത്തിക്കൊണ്ടിരുന്ന സമയം അംഗരാജൻ നകുലനെ തടയാനായി എത്തി. കാരണം കർണൻ്റെ സൈന്യമാണല്ലോ അപ്പോൾ സൈന്യത്തിനെ സംരക്ഷിക്കുവാനായി പടനായകനെത്തി. കർണനെ മുന്നിൽ കണ്ടപ്പോൾ നകുലൻ പറഞ്ഞു, നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. കുരുവംശത്തിൻ്റെ പതനം തുടങ്ങിയത് നീ ഒറ്റ ഒരുത്തൻ കാരണമാണ്. നീയും ദുര്യോധനനും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായത്. നീ എന്ന ദുരാത്മാവിനെ ഞാൻ വധിച്ചിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് കർണൻ പറഞ്ഞു, നീ എന്നെ വധിക്കുമെന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് അതൊക്കെ ചെയ്ത് കാണിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. വാ നമുക്ക് നോക്കാം, വാ എന്ന് പറഞ്ഞു. അങ്ങനെ നകുലനും കർണനുമായിട്ടുള്ള ഈ ഒരു പോരാട്ടം ഉണ്ടല്ലോ, അതിഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടം എന്ന് തന്നെ പറയണം. 30-80 അസ്ത്രങ്ങൾ കൊണ്ടാണ് ആദ്യം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പ്രഹരിച്ചത്. ആ അസ്ത്രങ്ങളെല്ലാം ദേഹം തുളയ്ക്കുകയും ചെയ്തു, അതായത് ചട്ടയിൽ തറച്ചിരിക്കുകയും ചെയ്തു. അതിനുശേഷം കർണൻ നകുലൻ്റെ വില്ല് മുറിച്ച് കളയുന്നുണ്ട്. വില്ല് മുറിഞ്ഞു പോയെന്ന് മനസ്സിലാക്കിയ നകുലൻ ഉടനെ തന്നെ തൻ്റെ വില്ലിനെ വലിച്ചെറിഞ്ഞതിന് ശേഷം രഥത്തിൽ നിന്ന് മറ്റൊരു വില്ലെടുത്തു. എന്നിട്ട് കർണന് നേരെ വീണ്ടും അസ്ത്രങ്ങൾ അയച്ചു. ഈ അസ്ത്രപ്രയോഗത്തിൽ നകുലൻ കർണൻ്റെ വില്ല് മുറിച്ചു. വില്ല് മുറിച്ചതിന് ശേഷം നകുലൻ അട്ടഹസിച്ചുകൊണ്ട് കർണന് നേരെയും കർണൻ്റെ സാരഥിക്ക് നേരെയും 100 കണക്കിന് അസ്ത്രങ്ങൾ അയച്ചു. നകുലൻ അസ്ത്രമയച്ച് കർണൻ്റെ വില്ല് മുറിച്ചതിന് ശേഷം നകുലൻ്റെ അസ്ത്രങ്ങൾ കർണൻ്റെ ദേഹത്ത് തറച്ചത് കണ്ട ആളുകൾ ഒരത്ഭുതത്തോടു കൂടി നോക്കി, നകുലൻ കർണനെ ഇങ്ങനെ ആക്രമിക്കുന്നു എന്നുള്ള രീതിക്ക് അത്ഭുതപ്പെട്ടുകൊണ്ട് കൗരവപ്പടയിലെ യോദ്ധാക്കളും പാണ്ഡവപ്പടയിലെ യോദ്ധാക്കളും നോക്കി. എൻ്റെ ക്രോധം വന്ന കർണൻ ഉടനെ മറ്റൊരു ശക്തമായ വില്ലെടുത്തിട്ട് നകുലന് നേരെ 2 അസ്ത്രങ്ങൾ അയച്ചു. ആ 2 അസ്ത്രങ്ങൾ നകുലൻ്റെ ഈ ഭാഗങ്ങളിലായിട്ട് വന്ന് തറച്ചിരുന്നു. എന്നിട്ട് വീണ്ടും കർണൻ അയച്ചു അസ്ത്രങ്ങൾ. ആ അസ്ത്രങ്ങൾ നകുലൻ്റെ നെഞ്ചത്ത് വന്ന് തറച്ചിരുന്നു. നകുലൻ നെഞ്ചത്ത് തറച്ച അസ്ത്രങ്ങളെല്ലാം തട്ടിക്കളഞ്ഞതിന് ശേഷം വീണ്ടും കർണന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ കർണൻ്റെ ദേഹത്ത് തറച്ചതിന് ശേഷം വീണ്ടും നകുലൻ കർണൻ്റെ വില്ല് മുറിച്ചു കളഞ്ഞു. ക്രോധത്തോടുകൂടി മുറിഞ്ഞ വില്ല് വലിച്ചെറിഞ്ഞതിന് ശേഷം കർണൻ വീണ്ടും ഒരു വില്ലെടുത്തു. എന്നിട്ട് ഇവർക്കിടയിൽ ഒരു വല്ലാത്തൊരു അസ്ത്രപ്രയോഗം ഒരുങ്ങി. ഈ അസ്ത്രപ്രയോഗം എന്ന് പറയുമ്പോൾ ഇവരയക്കുന്ന അസ്ത്രങ്ങൾ ഇങ്ങനെ ആകാശത്തിങ്ങനെ പറന്നു പോകുന്നത് ദൂരെ നിൽക്കുന്ന ആളുകൾക്ക് വരെ കാണാൻ കഴിയും. ആകാശത്തിൽ ഇടിമുഴക്കങ്ങളും കാർമേഘങ്ങളും നിറഞ്ഞു നിന്നുവെങ്കിൽ പോലും ഈ അസ്ത്രങ്ങൾ പറക്കുന്ന ഈ ഒരു കാഴ്ച അതീവ ഭയാനകമായ ഒന്നായി തോന്നി. എന്നാൽ ഇത് മാത്രമല്ല ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. കർണൻ നകുലനുമായി പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് ശരവർഷം ചുറ്റിനും അയച്ചുകൊണ്ട് പാണ്ഡവപ്പടയെ മുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ഇതുപോലെ തന്നെ നകുലനും കർണനുമായി പോരാടിക്കൊണ്ടിരുന്ന ഈ സമയത്ത് ഇതിന് മറുപടി എന്നതുപോലെ കൗരവപ്പടയ്ക്ക് നേരെ ശരവർഷം അയച്ച് കൗരവപ്പടയെ നകുലനും മുട്ടിച്ചു വിടുന്നുണ്ട്. നകുലൻ്റെ ഈ ഒരു അക്രമം സഹിക്കാൻ കഴിയാത്ത കർണൻ ഭയാനകമായിട്ടുള്ളൊരു രൂപം പൂണ്ടു എന്നാണ് പറഞ്ഞത്. അതായത് അത്രത്തോളം ക്രോധം കർണനിലുണ്ടായി. ക്രോധത്തോടുകൂടി കർണൻ തൻ്റെ വില്ലുയർത്തി നകുലന് നേരെ അസ്ത്രങ്ങൾ എല്ലാ ദിശയിൽ നിന്നും അയച്ചു. അതായത് രഥം ചുറ്റി ആക്രമിച്ചു എന്ന് തോന്നുന്നു. ഈ അസ്ത്രങ്ങൾ നകുലൻ്റെ ദേഹത്ത് വന്ന് തറച്ചപ്പോൾ നകുലൻ വേദന അറിയാത്തതുപോലെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അട്ടഹസിച്ചുകൊണ്ട് കർണൻ വീണ്ടും നകുലന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ഈ അസ്ത്രങ്ങൾ നകുലൻ്റെ വില്ല് മുറിച്ചു, സാരഥിയെ വധിച്ചു, കുതിരകളെ തകർത്തു, ആയുധങ്ങൾ മുറിച്ചു, ആ രഥം തവിടുപൊടിയാക്കുകയും ചെയ്തു കർണൻ. അങ്ങനെ രഥവും പോയി, കുതിരയും പോയി, സാരഥിയും പോയി, ആയുധവും പോയി നിൽക്കുന്ന നകുലൻ്റെ മുന്നിൽ ഒരു ഗദയെ കണ്ടുള്ളൂ. കുലൻ ഉടനെ തന്നെ ഓടിപ്പോയ ആ ഗദയെടുത്തുകൊണ്ട് കർണനെ നേരെ ആക്രമിക്കുവാനായി അവിടെ തയ്യാറായി നിന്നപ്പോൾ കർണൻ 100 കണക്കിന് അസ്ത്രങ്ങൾ അയച്ച് ആ ഗദയും തവിടുപൊടിയാക്കി. ഇതമില്ലാതെ നിൽക്കുന്ന നകുലനെ കണ്ടുടനെ തന്നെ കർണൻ വീണ്ടും നകുലനെ ആക്രമിച്ചു. പക്ഷേ മാരകമായ രീതിയിൽ മുറിവേൽപ്പിക്കുന്ന രീതിക്കൊന്നും കർണൻ ആക്രമിച്ചില്ല കേട്ടോ. ഒരു സത്യം ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, 5 മക്കളിൽ എല്ലായ്പ്പോഴും 5 മക്കളുണ്ടാവും, അർജുനനല്ലാതെ മറ്റാരെയും വധിക്കത്തില്ല എന്നൊരു സത്യം ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ കുന്തിക്ക് കർണൻ. അതുകൊണ്ട് തന്നെ കർണൻ ഈ ഒരു നകുലന് നേരെ അസ്ത്രങ്ങൾ അയച്ചുവെങ്കിൽ പോലും മാരകമായി മുറിവേൽപ്പിക്കുന്ന രീതിയിൽ അസ്ത്രങ്ങൾ അയച്ചില്ല. പക്ഷേ നകുലൻ്റെ ദേഹത്ത് ഈ അസ്ത്രങ്ങൾ വന്ന് കൊണ്ടു, ആയുധങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ നകുലൻ ഭയപ്പെട്ടു. അവിടെ നിന്ന് നകുലൻ ഉടനെ ഓടാനൊരുങ്ങി. എന്നാൽ അവിടെ നിന്ന് ഓടുന്ന നകുലൻ്റെ പിന്നാലെ അട്ടഹസിച്ചുകൊണ്ട് കർണൻ ചെന്നിട്ട് തൻ്റെ വില്ലിൻ്റെ ഞാൺ കൊണ്ട് നകുലൻ്റെ കഴുത്തിൽ കുരുക്കി അങ്ങ് നിർത്തി. പിന്നെ അറിയാമല്ലോ, കർണന നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സംഭവം കർണനുണ്ട്. കർണൻ്റെ നാക്ക്, വായി തോന്നിയത് വിളിച്ച് പറയുക എന്ന് പറയുന്നൊരു ദുശീലം കർണനുണ്ട്. അങ്ങനെ കർണൻ നകുലൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഞാനിട്ട് കുരുക്കിയിട്ട് ഒരുപാട് ഡയലോഗുകൾ കർണൻ പറയുന്നുണ്ട്. അതായത് ഒരിക്കലും നിനക്ക് മുകളിലുള്ള ആളുകളുമായിട്ട് നീ പോരാടാൻ നിൽക്കരുത്, നിൻ്റെ തരത്തിലുള്ളവരോട് പോയി കളിക്കണം, ഒരിക്കലും എന്നെപ്പോലത്തെ മഹായോദ്ധാക്കളുമായിട്ട് പോരാടാൻ നിൽക്കരുത്, നിന്നെക്കാട്ടിയും ഗ്രേഡ് കൂടിയ യോദ്ധാക്കളുമായിട്ട് പോരാടാൻ നിൽക്കരുത്, അങ്ങനെ നിന്നാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മാദ്രിയുടെ പുത്രനായ നകുല, ഓടിച്ചല്ലേ എൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോ, കുന്തിദേവിയുടെ അടുത്തോട്ട് പോ, അല്ലെങ്കിൽ അവിടെ കേശവനും പാർത്ഥനും കാണും, അവരുടെ അടുത്തോട്ട് പോ, അവർ നിന്നെ സംരക്ഷിക്കും, പോ എന്ന് പറഞ്ഞു. ആസ് യൂഷ്വൽ കർണൻ അപമാനിച്ചു വിട്ടു. അപ്പോൾ പുള്ളിക്കാരൻ നകുലൻ അത് ഭയങ്കര വിഷമമായിപ്പോയി. യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെക്കാട്ടിയും കർണൻ്റെ വായിൽ നിന്ന് കേട്ടതാണ് നകുലന് സഹിക്കാൻ പറ്റാണ്ടായിപ്പോയത്. പക്ഷേ ഈ പോരാട്ടത്തിൽ നകുലനെ വധിക്കാൻ പറ്റുന്ന അവസരം കർണൻ ഉണ്ടായിരുന്നു. പക്ഷേ കർണൻ കുന്തിദേവിക്ക് കൊടുത്ത വാക്ക് ആലോചിച്ചിട്ട് നകുലനെ വെറുതെ വിടുന്നുണ്ട്. നകുലൻ യുധിഷ്ഠിരൻ്റെ രഥത്തിൽ കയറി ഇരുന്ന സമയത്തും ആ ഒരു ദുഃഖം നകുലനെ വിട്ടുപോയില്ല. അതായത് കർണൻ്റെ വായിൽ നിന്ന് വന്ന വാക്ക്. ഒരു ദീർഘശ്വാസത്തോടു കൂടി നകുലൻ യുധിഷ്ഠിരൻ്റെ രഥത്തിലിരുന്ന സമയം കർണൻ പാഞ്ഞു കയറി പാണ്ഡവപ്പടയിൽ വീണ്ടും ആക്രമണങ്ങൾ നടത്തുകയും കർണൻ അവിടെ ആയുധങ്ങൾ തെറിപ്പിച്ച് കളയുന്നുണ്ട്, കുതിരകളുടെ ചട്ടകൾ തെറിപ്പിച്ച് കളയുന്നുണ്ട്, ഗജങ്ങളെ വീഴ്ത്തുന്നുണ്ട്. അങ്ങനെ കർണൻ അവിടെ ചുറ്റി കറങ്ങി ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർണൻ ആക്രമിക്കുന്ന സ്ഥലത്ത് നിന്ന് ക്ഷത്രിയന്മാരും മഹാരഥന്മാരും ഒഴിഞ്ഞു മാറുന്നുണ്ട്. കർണൻ മറ്റൊരു സ്ഥലത്ത് ആക്രമിക്കുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ക്ഷത്രിയന്മാരും മഹാരഥന്മാരും വേറെ സ്ഥലത്തോട്ട് ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ ഓടി ഒളിക്കുന്നവന്മാരെ പിന്നിൽ നിന്ന് പോയി കർണൻ ആക്രമിച്ച് അവരെ എല്ലാവരെയും കർണൻ എന്ന സർവ്വസൈന്യാധിപൻ വീഴ്ത്തിക്കൊണ്ടിരുന്നു. ഈ സമയം യുധിഷ്ഠിരനും ദുര്യോധനനും തമ്മിലൊരു പോരാട്ടം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. യുധിഷ്ഠിരൻ ദുര്യോധനന് നേരെ അസ്ത്രങ്ങൾ അയച്ചപ്പോൾ ദുര്യോധനൻ ഒരനക്കവുമില്ലാതെ ഭയവുമില്ലാതെ അത് ഏറ്റുവാങ്ങിയിട്ട് തിരിച്ച് യുധിഷ്ഠിരന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. എന്നാൽ ഈ ഒരു പോരാട്ടം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അധികം താമസിയാതെ തന്നെ യുധിഷ്ഠിരൻ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ദുര്യോധനൻ്റെ കുതിരകളെയും സാരഥിയെയും വധിച്ചു. സാരഥിയുടെ തല തെറിപ്പിച്ചു എന്നാണ് പറയുന്നത്. കൊടിയും മുറിച്ചിട്ടു, വില്ലും മുറിച്ചു. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതിരുന്ന ദുര്യോധനൻ രഥത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ചുറ്റിനുമാണെങ്കിൽ മറ്റാരുടെ രഥവുമില്ല. ഉടൻ തന്നെ അവിടെ പാഞ്ഞെത്തി കർണനും കൃപാചാര്യരും അതുപോലെ അശ്വത്ഥാമാവും. ഇവരവിടെ എത്തിയ അതേ സമയത്ത് തന്നെ മറ്റ് പാണ്ഡവ സഹോദരന്മാർ വന്ന് യുധിഷ്ഠിരൻ്റെ കൂടെയും നിന്നു. ഈ സമയങ്ങളിലെല്ലാം യുദ്ധഭൂമിയിൽ അതിഭയാനകമായ പോരാട്ടങ്ങൾ അരങ്ങേറിക്കൊണ്ടേയിരുന്നു. കണ്ടു നിൽക്കുന്നവർക്ക് എന്താ പറയുക, മനസ്സറയ്ക്കുന്ന രീതിയിൽ ആ പോരാട്ടങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് അവിടെ ചോരപ്പുഴകൾ ഒഴുകാനൊരുങ്ങി. ഈ സമയം കർണൻ പാഞ്ചാലയെ മുഴുവനും മുടിക്കുകയായിരുന്നു. അർജുനനാകട്ടെ ത്രിഗർധരെ പൂർണ്ണമായും നശിപ്പിച്ചു. ഈ സമയം നമ്മൾ ഭീമനെ നേരത്തെ ചോദിച്ചല്ലോ, പുള്ളിക്കാരൻ കുരുവംശത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വലിയ ആനപ്പടയെ മുഴുവനും തകർത്തു. ആനപ്പടയെ മുഴുവനും വധിച്ചു ഭീമൻ.
അങ്ങനെ ഈ പോരാട്ടം വീണ്ടും മുറുകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരു വൈകിട്ട് ഉച്ച കഴിഞ്ഞ് ഉള്ള സമയമൊക്കെയാണ്, വൈകിട്ടൊക്കെ ആവാറായ സമയമാണത്. സമയമായപ്പോൾ ദുര്യോധനന് പുതിയ രഥം കിട്ടി. ദുര്യോധനൻ രഥത്തിൽ കയറിയ ഉടനെ യുധിഷ്ഠിരനെ അങ്ങ് വെറുതെ വിടാൻ ദുര്യോധനൻ തീരുമാനിച്ചില്ല. ദുര്യോധനൻ ഉടനെ കയ്യിൽ വില്ലെടുത്തിട്ട് നിന്റെ സാരഥിയെടുത്ത് പറഞ്ഞു, സാരഥി അവൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോ, ഇന്ന് ഈ യുദ്ധം ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. ദുര്യോധനൻ്റെ നാഗധ്വജമുള്ള രഥം പാഞ്ഞു വരുന്നത് കണ്ടുടനെ തന്നെ യുധിഷ്ഠിരൻ തൻ്റെ സാരഥിയോട് പറഞ്ഞു, സാരഥി മുന്നോട്ട്, ദുര്യോധനന് നേരെ വിടൂ. അങ്ങനെ പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രരുടെയും മൂത്ത പുത്രന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. പോരാട്ടത്തിൻ്റെ തുടക്കം തന്നെ ദുര്യോധനൻ യുധിഷ്ഠിരൻ്റെ വില്ലു മുറിച്ച് കളഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ്റെ മുഖത്ത് പതിവില്ലാത്ത ഒരു വികാരം, ക്രോധം. നിയന്ത്രിക്കാനാകാത്തൊരു ക്രോധം യുധിഷ്ഠിരന് വന്നു. ആ ക്രോധത്തിൻ്റെ പുറത്ത് യുധിഷ്ഠിരൻ അവിടെ നിന്ന് വിറച്ച് കണ്ണൊക്കെ ചുവന്ന നിറത്തിലായെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ യുധിഷ്ഠിരൻ്റെ മുഖത്ത് കാണുന്നത് വളരെ വിരളമാണ്. യുധിഷ്ഠിരനെ ആ യുദ്ധത്തിൽ സ്ഥിരത പാലിക്കുന്നവൻ എന്നാണ് യുധിഷ്ഠിരൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. അങ്ങനെ തൻ്റെ കയ്യിൽ മുറിഞ്ഞിരിക്കുന്ന വില്ല് പല ദിശയിലേക്ക് യുധിഷ്ഠിരൻ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞതിന് ശേഷം മറ്റൊരു വില്ല് കയ്യിലെടുത്തിട്ട് യുധിഷ്ഠിരൻ തുരുതുര അസ്ത്രങ്ങൾ ദുര്യോധനന് നേരെ അയച്ചു. ആ അസ്ത്രങ്ങൾ ദുര്യോധനൻ്റെ വില്ലും മുറിച്ചു. ദുര്യോധനൻ്റെ കൊടി ആദ്യമേ യുധിഷ്ഠിരൻ അങ്ങ് മുറിക്കുകയും ചെയ്തു. ഇത് ദേഷ്യമെന്ന ദുര്യോധനൻ ഉടനെ തൻ്റെ കയ്യിലെ മുറിഞ്ഞ വില്ല് മാറ്റിയിട്ട് മറ്റൊരു വില്ലെടുത്തിട്ട് യുധിഷ്ഠിരനുമായി ആക്രമണം കൂടിയ രീതിക്ക് നടത്താനായി തുടങ്ങി. ഇവരുടെ കൈകൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും ഞാണലിയുടെ ശബ്ദവും ചുറ്റിനും നിൽക്കുന്നവർ കണ്ടു നിന്നു. കാരണം രണ്ട് രാജാക്കന്മാരാണല്ലോ പോരാടുന്നത്, എങ്ങനെ ഇരിക്കും? ചുറ്റിനുമുള്ള ആളുകൾ അത് കണ്ടുകൊണ്ടിരുന്നു. യുധിഷ്ഠിരൻ ദുര്യോധനൻ്റെ നെഞ്ചിൽ ലക്ഷ്യമാക്കി അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ ദുര്യോധനൻ്റെ നെഞ്ചിൽ തറച്ചു. ദുര്യോധനൻ അതുപോലെ തന്നെ യുധിഷ്ഠിരന് നേരെയും അസ്ത്രങ്ങൾ അയച്ചു. എന്നിട്ട് ഒരു വേലെടുത്ത് യുധിഷ്ഠിരന് നേരെ വലിച്ചെറിഞ്ഞു. ആ വരുന്ന വേല് ക്ഷണനേരം കൊണ്ട് യുധിഷ്ഠിരൻ 3 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടു. യുധിഷ്ഠിരന് ക്രോധം കൂടി നിൽക്കുകയാണ്. ചുറ്റിനുമുള്ളവർ യുധിഷ്ഠിരനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അടുത്ത നിമിഷം ദുര്യോധനൻ വീണ്ടും അസ്ത്രം യുധിഷ്ഠിരന് നേരെ അയച്ചു. വിരിഞ്ഞ തിരയുള്ള അസ്ത്രം യുധിഷ്ഠിരൻ്റെ ദേഹത്തൊരു മുറിവേൽപ്പിച്ചു. യുധിഷ്ഠിരൻ ഉടനെ തന്നെ ദുര്യോധനൻ്റെ ദിശയിലേക്ക് ഒരസ്ത്രം അയച്ചിട്ട് മറ്റൊരു ശക്തമായിട്ടുള്ള അസ്ത്രമെടുത്ത് വില്ലിലേക്ക് വെച്ച് ചെവിയോളം ഞാൻ വലിച്ചിട്ട് ആ അസ്ത്രം അയച്ചു. ഈ അസ്ത്രം പാഞ്ഞു തിന്ന് ദുര്യോധനൻ്റെ ദേഹത്ത് തുളച്ചു കയറി. ക്ഷണനേരത്തേക്കാണെങ്കിൽ പോലും ദുര്യോധനൻ്റെ ബോധം പോയ ദുര്യോധനൻ ഉടനെ തന്നെ ബോധം വന്നപ്പോൾ കാണുന്നത് യുധിഷ്ഠിരൻ ക്രോധത്തോടുകൂടി മുന്നിൽ നിൽക്കുന്നത്. ദുര്യോധനന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ആ കാഴ്ച. വേറെ നിവൃത്തിയില്ലാതെ ദുര്യോധനൻ ഉടനെ തന്നെ തനിക്ക് ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യമുള്ള ആയുധമായിട്ടുള്ള ഗദ കയ്യിലെടുത്തു. ഗദ കയ്യിലെടുത്തതിന് ശേഷം ഗദ ചുഴറ്റി ദുര്യോധനൻ യുധിഷ്ഠിരൻ്റെ നേരെ പോകുവാനായി സാരഥിയോട് പറഞ്ഞു. ഗദ ചുഴറ്റി ദുര്യോധനൻ തനിക്ക് നേരെ വരുന്നത് കണ്ട് ക്രോധം കൂടിയ യുധിഷ്ഠിരൻ തൻ്റെ രഥത്തിൽ വെച്ചിരുന്ന ഒരു കുന്തമെടുത്ത് വലിച്ചെറിഞ്ഞു. മിന്നൽ വേഗത്തിലായിരുന്നു ആ കുന്തം യുധിഷ്ഠിരൻ്റെ കയ്യിൽ നിന്ന് ദുര്യോധനൻ്റെ അടുത്തേക്ക് വന്നത്. ആ കുന്തം ദുര്യോധനൻ്റെ ചട്ട പിളർന്ന് ഉള്ളിലേക്ക് പോയി. നെഞ്ചത്ത് ചട്ട പിളർന്ന് ഈ കുന്തം തുറച്ചപ്പോൾ അസഹനീയമായിട്ടുള്ള വേദനയും മാരകമായൊരു മുറിവുമാണ് ഉണ്ടായത്. ഇതിൻ്റെ പ്രഭാവത്തെ ദുര്യോധനന് ബോധക്ഷയം വന്ന് ആ രഥത്തിലേക്ക് വീണു. ദുര്യോധനൻ്റെ ഈ അവസ്ഥ കണ്ടുടനെ തന്നെ കൃതവർമാവ് തൻ്റെ രഥത്തിൽ ദുര്യോധനനെ രക്ഷിക്കുവാനായി പാഞ്ഞെടുത്ത് വന്നപ്പോൾ ഒരലർച്ച കൃതവർമാവ് കേട്ടു. നോക്കിയപ്പോൾ കയ്യിൽ 8 ചുറ്റ് പൊന്നു കെട്ടിയ ഇരുമ്പൻ ഗദയുമായിട്ട് ദുര്യോധനൻ കൃതവർമാവിന് നേരെ പാഞ്ഞു വരുന്ന ഭീമസേനനെയാണ് കണ്ടത്. ഈ സമയത്ത് എന്തിനും തയ്യാറായി സജ്ജനായി നിന്നിരുന്ന വൈകർത്തനൻ കർണൻ സാത്യകിയെ കണ്ടു. സാത്യകിയെ കർണൻ ആക്രമിച്ചു. ഈ അസ്ത്രങ്ങൾ വന്നത് എവിടെ നിന്ന് എന്ന് നോക്കി സാത്യകി തിരിഞ്ഞപ്പോൾ കണ്ടത് അവിടെ കർണനെയായിരുന്നു. കർണനെ കണ്ടവനെ സാത്യകി പലതരം അസ്ത്രങ്ങൾ കർണന് നേരെ അയച്ചു. അവിടെ കർണനെ അസ്ത്രങ്ങൾ കൊണ്ട് പൊതിയാനൊരുങ്ങി. സാത്യകി കർണന് നേരെ അസ്ത്രങ്ങൾ കൊണ്ടിങ്ങനെ പൊതിയാനൊരുങ്ങിയപ്പോൾ കർണന് അതൊരു ബുദ്ധിമുട്ട് പോലെയായി. അങ്ങനെ ബുദ്ധിമുട്ട് പോലെ ആയപ്പോൾ ഉടനെ തന്നെ കൗരവപക്ഷത്തിലുള്ള രഥോത്തമന്മാരെല്ലാം പാഞ്ഞെടുത്തു കർണനെ സംരക്ഷിക്കുവാനായിട്ട്. ഈ സമയത്ത് സംശപ്തകന്മാരെ നേരിട്ട് അവരെ എല്ലാത്തിനും ഒരു പരുവാക്കിയതിനു ശേഷം ഇപ്പോൾ ഏകദേശം വൈകിട്ട് സമയമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം വൈകിട്ടായിട്ടുണ്ടാകണം. ഈ സമയം അർജുനനും കൃഷ്ണനും രഥത്തിൽ നിന്നിറങ്ങി മഹാദേവനെ പ്രാർത്ഥിച്ച് പൂജാതി കർമ്മങ്ങളും എല്ലാം ചെയ്ത് മന്ത്രജപങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം രഥത്തിൽ കയറി വീണ്ടും യുദ്ധഭൂമിയിൽ അവരുടെ പടയോട്ടം ആരംഭിച്ചു. കൗരവപ്പട നോക്കി നിൽക്കുമ്പോൾ ദൂരത്ത് നിന്ന് യുദ്ധഭൂമിയുടെ ഏതു ഭാഗത്ത് നിന്നാലും അർജുനൻ്റെ കൊടി കാണാം. ആ കൊടി, കപിധ്വജമുള്ള ആ കൊടി, പൊൻചട്ടയെല്ലാം അണിഞ്ഞ് കൃഷ്ണൻ തെളിക്കുന്ന ആ രഥത്തിൽ ഗാന്ധീവധാരിയായ അർജുനൻ നിൽക്കുന്ന ആ ഒരു രഥം അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നത് കണ്ടു. അർജുനൻ ഇങ്ങനെ വരുന്നത് കണ്ടുടനെ തന്നെ കൗരവപ്പടയിലുള്ള ആളുകളുടെ ഉള്ളിൽ ഭയം നിഴലിച്ചു തുടങ്ങി. സംശപ്തകന്മാരെ എല്ലാം ഒറ്റയ്ക്ക് നിന്ന് മുച്ചൂട് മുടിച്ചിട്ടാണ് ഈ വരുന്ന വരവ്. അർജുനൻ ഇങ്ങനെ പാഞ്ഞു വന്നുകൊണ്ടിരുന്ന സമയം അർജുനൻ ഗാന്ധീവത്തിൻ്റെ ഞാണൊലിയും കൂടെ കേൾപ്പിച്ചപ്പോൾ അവരുടെ ഉള്ളിലെ ഭയം പലമടങ്ങായി.
പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന അർജുനൻ്റെ രഥത്തിന് കുറുകെ വന്ന് കയറിയത് ദുര്യോധനനാണ്. എന്തറിഞ്ഞിട്ടാണെന്നറിയത്തില്ല, എന്ത് വിചാരിച്ചിട്ടാണെന്നറിയത്തില്ല. ഒറ്റയ്ക്ക് അർജുനൻ്റെ രഥത്തിന് നേരെ ദുര്യോധനൻ തൻ്റെ രഥത്തിൽ പാഞ്ഞെടുത്തുകൊണ്ടിരുന്നു. ദുര്യോധനൻ വരുന്ന വരവ് കണ്ടപ്പോൾ തന്നെ മിക്കവാറും അർജുനന് ബോറടിച്ചിട്ടാവണം 7 അസ്ത്രങ്ങളാണ് അർജുനൻ അങ്ങോട്ടേക്ക് അയച്ചത്. ഓരോ അസ്ത്രങ്ങൾ ഓരോ ലക്ഷ്യം ഭേദിക്കാനായിട്ട്. ആ അസ്ത്രങ്ങൾ വന്ന് ദുര്യോധനൻ്റെ വില്ല് മുറിച്ചു, സാരഥിയെ വധിച്ചു, കുതിരകളെ വധിച്ചു, കൊടി മുറിച്ചിട്ടു. പിന്നീട് അർജുനൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ദുര്യോധനൻ്റെ കുടയും അങ്ങ് തെറിപ്പിച്ചു കളഞ്ഞു. ഇത്രയും ചെയ്തതിന് ശേഷവും അർജുനന് ക്രോധമടങ്ങുന്നില്ല. ഇവനെ ഇന്ന് തീർക്കാൻ പറ്റുന്നെങ്കിൽ ഇന്ന് തന്നെ തീർക്കാം എന്നുള്ള ആ ഒരു ക്രോധത്തോടു കൂടി അർജുനൻ ശക്തമായിട്ടുള്ളൊരു അസ്ത്രമെടുത്ത് തൻ്റെ ഗാന്ധീപത്തിൽ ഇങ്ങനെ വലിച്ചു വെച്ച സമയം മറ്റൊരു ദിശയിൽ നിന്നൊരു അസ്ത്രം വന്ന് ഗാന്ധീപത്തിൽ ഇങ്ങനെ കുലച്ചു വെച്ചിരുന്ന ആ അസ്ത്രത്തിനെ മുറിച്ചു കളഞ്ഞു. പാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അർജുനനും കൃഷ്ണനും കൂടെ ഒരുമിച്ച് ആ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നെറ്റിയിൽ ചൂടാമണി ധരിച്ചു വരുന്ന അശ്വത്ഥാമാവിനെയാണ് കണ്ടത്. അശ്വത്ഥാമാവ് വീണ്ടും അർജുനൻ്റെ അസ്ത്രത്തിൽ നിന്ന് ദുര്യോധനനെ രക്ഷിച്ചു. ക്രോധത്തോടുകൂടി അർജുനൻ അസ്ത്രമയച്ച് അശ്വത്ഥാമാവിൻ്റെ വില്ല് മുറിച്ചു. എന്നിട്ട് അശ്വത്ഥാമാവിൻ്റെ കുതിരകളെയും വധിച്ചു. രഥം മുന്നോട്ട് പോകുന്നില്ല. അശ്വത്ഥാമാവിനെ അവിടെ പിടിച്ചു നിർത്തി. പിന്നീടും പാഞ്ഞു പോകുന്ന അർജുനൻ്റെ ക്രോധമടങ്ങുന്നില്ല. അർജുനൻ മുന്നിൽ കണ്ടത് അടുത്തത് കൃപാചാര്യരുടെ വില്ല് മുറിച്ചു. ശേഷം കൃതവർമാവിനെ കണ്ടു. കൃതവർമാവിൻ്റെയും വില്ല് മുറിച്ചു. പിന്നീടും പോണ വഴിക്ക് അർജുനൻ കണ്ടത് ദുശാസനൻ്റെയും വില്ല് മുറിച്ചു. എന്നിട്ട് ഡയറക്റ്റ് കയറി കർണനെ ആക്രമിച്ചു. കർണൻ കൃഷ്ണനെയും അർജുനനെയും ഒരുപോലെ അസ്ത്രങ്ങൾ ചെയ്ത് കൊള്ളിച്ചു. ഇത് കണ്ടുടനെ തന്നെ സാത്യകി കർണനെ ആക്രമിക്കാനായി പാഞ്ഞു കയറി. സാത്യകി മാത്രമല്ല, എന്നാൽ കർണനെ മാത്രമല്ല അർജുനൻ ആക്രമിച്ചത്, കൗരവരെ എല്ലാ ദിശയിലേക്കും അർജുനൻ അസ്ത്രമയച്ച് ആക്രമിച്ചു. അർജുനൻ അയച്ച അസ്ത്രങ്ങളെല്ലാം ഗത പോലെയും ഇരുമ്പുലക പോലെയും വന്ന് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അസ്ത്രങ്ങൾ കാലാൽ പടയാളികൾ, രഥങ്ങൾ, കുതിരകൾ, ഗജങ്ങൾ ഇവരെ എല്ലാവരെയും വീഴ്ത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ പോരാട്ടം നടന്നുകൊണ്ടിരുന്ന സമയം സൂര്യാസ്തമയമായപ്പോൾ പാണ്ഡവരും കൗരവരും അവരുടെ യുദ്ധം അവസാനിപ്പിച്ചിട്ട് അവരുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങി. പിന്നെ ഞാനൊരു പുസ്തകം എഴുതുന്ന കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ? വ്യാസമഹാഭാരതത്തിലെ വായുപുത്രനായ ഭീമസേനൻ്റെ കഥയാണ് ഞാൻ എഴുതുന്നത്. വ്യാസമഹാഭാരതത്തിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളെ റെഫർ ചെയ്ത് വ്യാസമഹാഭാരതത്തെ ഭീമസേനനിൽ കൂടെ കൊണ്ടുപോകുന്ന രീതിക്കാണ് ഈ പുസ്തകം ഞാൻ എഴുതുന്നത്. പാൻഡോറ ബുക്സാണ് എൻ്റെ പബ്ലിഷർ എന്ന് പറയുന്നത്. ഈ പുസ്തകം ഭീമസേനൻ്റെ ഈ കഥ വായിക്കുമ്പോൾ മഹാഭാരതത്തിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളുടെ ഒരു ചാറ് നിങ്ങൾ വായിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു പുസ്തകം എഴുതുന്നത്. അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ഞാനിപ്പോൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് നോക്കുക. അത് പറഞ്ഞപ്പോഴാണ് നേരത്തെ ഞാനൊരു കാര്യം മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. മിസ്സായി പോയെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്തപ്പോൾ പോയതാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരവും പറഞ്ഞതിൽ കുറച്ച് നേരമായല്ലോ നമ്മളെ ദ്രുപദനെക്കുറിച്ചും വിരാടനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ട്. അതെന്താ കാര്യം എന്നറിയോ? ദ്രുപദനെയും വിരാടനെയും ആ രാത്രി യുദ്ധം നടന്ന സമയമുണ്ടല്ലോ, ആ രാത്രി യുദ്ധത്തിനും 15-ാം ദിവസം രാവിലേക്കും ഇടയിലുള്ള ഈ സമയത്തിൽ ദ്രോണർ വധിച്ചു കഴിഞ്ഞായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ആ ഒരു പോരാട്ടത്തിൽ ദ്രോണർ ദ്രുപദൻ്റെ മുന്നിലിട്ടിട്ട് ദ്രുപദൻ്റെ പേരക്കുട്ടികളെ ആദ്യം വധിച്ചു. എന്നിട്ട് ഒരൊറ്റ അസ്ത്രം കൊണ്ട്, അതായത് 2 അസ്ത്രങ്ങൾ കൊണ്ട്, ഒരസ്ത്രം കൊണ്ട് ദ്രുപദനെയും ഒരസ്ത്രം കൊണ്ട് വിരാടനെയും ദ്രോണർ വധിച്ചായിരുന്നു. അവിടെ ദ്രോണർ ഭയങ്കരമായിട്ട് ഓവർ പവർ ചെയ്ത് നിന്നായിരുന്നു. അവിടെ ദ്രുപദനും വിരാടനും ദ്രോണരുടെ മുമ്പ് പിടിച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരസ്ത്രം ദ്രുപദന്, ഒരസ്ത്രം വിരാടന് എന്നുള്ള രീതിക്ക് ഈ 2 മഹായോദ്ധാക്കളെയും ദ്രോണർ അന്നത്തെ ദിവസം രാത്രി വധിച്ചായിരുന്നു. ഇത് കണ്ടു നിന്ന ദൃഷ്ടദ്യുമ്നന് കലി കയറിയിട്ടാണ് അന്നത്തെ ദിവസം രാത്രി പ്രതിജ്ഞ എടുത്തത്, അടുത്ത ദിവസം ദ്രോണരെ തീർത്തിരിക്കുമെന്ന്. അപ്പോൾ ആ ഒരു പ്രതിജ്ഞയുടെ ഫയറലുമാണ് ദൃഷ്ടദ്യുമ്നൻ അടുത്ത ദിവസം നല്ല ധൈര്യമൊക്കെ കാണിച്ചത്. അപ്പോൾ ഇതൊന്നും മിസ്സായിപ്പോയി, അതുകൊണ്ട് അതൊന്നും എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ